ഞങ്ങളെ അന്ന് എക്സ്കർഷൻ കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ മാതിരി വീഗാലാൻഡ് മൈസൂരൊന്നുമല്ല. ഞങ്ങൾ നടത്തി സ്കൂളിൽ നിന്ന് ഒരു 8-10 കിലോമീറ്റർ നടന്നിട്ട് ഒരു റബ്ബർ എസ്റ്റേറ്റ് കാണാനാണ് പോയത്. പാപ്പാക്ക് ഇത് വളരെ ബിസിയായി. 3 മൗലൂദൊക്കെ ഒരു ദിവസം ഏറ്റ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നെ പറഞ്ഞയച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കുന്നു? അല്ല, അതിൽ പടരുന്ന വെളിച്ചം ആ നാടകത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ അഭിനയിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മേക്കപ്പ് ചെയ്തിട്ട് ഇത് തുടങ്ങുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആളൂരിനോട് ചോദിച്ചു, അല്ല എത്ര നേരമായി ഇതിങ്ങനെ നിൽക്കണതെന്ന് കേരളം ഒരു ജാഥ വരാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇത് നടക്കുള്ളൂ പറഞ്ഞു. അപ്പോഴാണ് എനിക്കതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനമാണെന്ന് മനസ്സിലായത്. ഖാദർക്ക് നമസ്കാരം. നമ്മുടെ കൂടെ ഉള്ളത് KN ഖാദർ. കേരളത്തിന് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലല്ലോ KN ഖാദറിനെ. നേരത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും പിന്നീട് ഇപ്പോൾ ലീഗ് നേതാവും ചിന്തകനും എഴുത്തുകാരനൊക്കെയാണ്. നമ്മൾ തുടങ്ങുന്നത് ഇതൊരു വളരെ കാഷ്വലായ ഒരു സംസാരമാണ്. നമ്മളിങ്ങനെ ഒരു ഫ്രെയിമിലില്ല, ഔട്ട് ഓഫ് ഫോക്കസാണ്. നമ്മൾ ആദ്യത്തെ എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ KN ഖാദർ എന്ന് പറയുമ്പോൾ ശരീഅത്ത് വിവാദത്തോടെയാണ്. പലരും ശരീഅത്ത് വിവാദത്തോടെ കമ്മ്യൂണിസ്റ്റായ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ട് ലീഗിലേക്ക് പോകുന്നത് ശരീഅത്ത് വിവാദത്തോടെയാണ്. ഇപ്പോൾ കുട്ടിക്കാലത്തുനിന്ന് തുടങ്ങാം നമുക്ക്. ഈ ശരീഅത്തും ഹക്കീക്കത്തൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് ഖാദർക്കാക്ക്. കാരണം ഉപ്പ പണ്ഡിതനായിരുന്നു. അപ്പോൾ എന്താണ് ആ മതപഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ മതം പഠിച്ചിട്ടുണ്ട്. മതപഠനം കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു? അവിടുന്ന് തുടങ്ങാം. മതപഠനം, എൻ്റെ പിതാവ് ഒരു ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് തന്നെ ഒരു എലിമെൻ്ററി സ്കൂൾ ടീച്ചറാണ്. പിന്നെ ഒരു ആയുർവേദ ഫിസിഷ്യനാണ്. ഒരു പാരമ്പര്യ വൈദ്യൻ എന്നൊക്കെ പറയില്ല, പിന്നെ ഒരു മതപണ്ഡിതന്, മുസ്ലിയാരാണ്, അലവി മുസ്ലിയാർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ ഇങ്ങനെ ഒരു മതപാണ്ഡിത്യമുള്ളൊരു കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കുഞ്ഞുമൊയ്തീൻ മുല്ലാക്കായിരുന്നു. മൂപ്പര വാപ്പ ഒരു കുഞ്ഞാലം മുല്ലാക്കായിരുന്നു. മൂപ്പര വാപ്പ ഒരു അലവി മുല്ലാക്കായിരുന്നു. അത്രയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഇവരുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വീട്ടിലന്ന് ദർസ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നെ മദ്രസയിലേക്ക് ഉണ്ടാക്കിയത്. വടക്കാമണ്ണ എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു മദ്രസയിലൊരു യൂസഫ് മല്ല എന്ന് പറയുന്ന ആളായിരുന്നു എന്നെ ആദ്യം പഠിപ്പിച്ചത്, അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശിക്ഷണമുണ്ട്. അത് കുറച്ച് കാലം മദ്രസയുടെ ഒരു കാലാവധി ഉണ്ടല്ലോ. പക്ഷെ ആ മദ്രസയിൽ പഠിക്കുന്ന കാലത്തും അഡീഷണലായിട്ടുള്ള മതപരമായ പാഠമൊക്കെ നമുക്ക് തന്നിരുന്നത് ബാപ്പയാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ ജ്യേഷ്ഠന്മാർക്കും ഒക്കെ അത് ഉണ്ടായിരുന്നു. അതിലൊരു ജ്യേഷ്ഠനെ 2 ജ്യേഷ്ഠന്മാരെ ബാപ്പ ഈ കിതാബ് ഓതാനൊക്കെ വേറെ ദർസിലൊക്കെ ചേർത്തിരുന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് ദർസുകൾ കുറവാണ്. എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അത്ര എനിക്ക് ഏജ് ആയിട്ടുള്ളൂ. പക്ഷെ വീട്ടിൽ ദർസ് ഉണ്ടായിരുന്നു. ഒരു 8-10 കുട്ടികളെ വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് ബാപ്പ പഠിപ്പിക്കലുണ്ടായിരുന്നു രാത്രി. അപ്പോൾ ഞാൻ ഈ മദ്രസ പാഠങ്ങളൊക്കെ നമ്മൾ ചൊല്ലി പഠിക്കുമ്പോൾ, സ്കൂളിലെ പാഠങ്ങളൊക്കെ വൈകുന്നേരം കുറച്ച് നേരത്തെ നമ്മൾ ചൊല്ലി പഠിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ബാപ്പ ട്യൂഷൻ എടുക്കുന്നത്, മദ്രസ കിതാബുകളൊക്കെ പഠിപ്പിക്കുന്നത് ഞാനങ്ങനെ കുറച്ച് കേട്ട ഓർമ്മ ഉണ്ടായിരുന്നു എനിക്കത്. അൽ മുത്തഫരിദു, തനിച്ചവൻ, ബില്ലുലൂഹിയത്തി, ഇലാഹായിരിക്കൽ കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുത്തഫരീദ് അല്ലാതെ വേറെ ഏതാ കിതാബ് ഓർമ്മ ഉള്ളത്? അല്ല, ഇത് കിതാബൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ബാപ്പ പഠിപ്പിച്ചത് ഞാൻ കേട്ട അനുഭവം പറയണം. പിന്നെ പല കിതാബുകളും ഞാൻ അതിന് ദർസിൽ പോയിട്ടില്ല. മതം പിന്നെ പഠിച്ചിട്ടുമില്ല. മതം കുറച്ച് പിന്നെ സ്വന്തമായിട്ടും ബാപ്പ എങ്ങനെ പറഞ്ഞു തന്നതും ഒക്കെയുള്ള മതപരമായ പഠനം ഉണ്ടായിരുന്നു. അതിന്റെ മേലൊക്കെ ഒരുപാട് പഠനമൊന്നും മതകാര്യങ്ങൾ നടത്തിയിട്ടില്ല. പിന്നെ വേറൊരു സംഗതി ഉള്ളത് എന്താ വെച്ചാൽ, എനിക്ക് 14th ഞാൻ 14 വയസ്സ് 9ാം ക്ലാസ്സിലാകുമ്പോൾ ബാപ്പ മരിച്ചുപോയി. അപ്പോൾ ജ്യേഷ്ഠന്മാർക്കൊക്കെ കൂടുതൽ പഠനം കിട്ടിയിട്ടുണ്ട്. ഈ ജ്യേഷ്ഠന്മാരാരെങ്കിലും മതരംഗത്തുണ്ടോ? മതരംഗത്ത് ഇപ്പോൾ ഇല്ല. കിതാബ് ഓതി പഠിച്ചിട്ടുള്ള ഒരു മൂത്ത ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ സ്കൂൾ അധ്യാപകനായി. അപ്പോൾ പിന്നെ മതം പഠിപ്പിക്കാനൊന്നും പോയിട്ടില്ല. പുള്ളി പഠിച്ചു, അങ്ങനെ പോയി. അതിനുശേഷം പിന്നെ സ്കൂളിൽ ട്രെയിനിങ് കഴിഞ്ഞ് മാഷായി, ഹെഡ് മാഷൊക്കെ ആയി, അങ്ങനെ റിട്ടയർ ചെയ്ത് പോയി. 2ാമത്തെ ജ്യേഷ്ഠൻ അതേമാതിരി മതമൊക്കെ പഠിച്ചിരുന്നു, പക്ഷേ മതം പഠിപ്പിക്കാൻ പോയിട്ടില്ല. അദ്ദേഹം പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നു കുറേ കാലം. മറ്റ് ജ്യേഷ്ഠന്മാർ, ഒരു ജ്യേഷ്ഠൻ കൂടി ഉള്ളത്, ആ ജ്യേഷ്ഠൻ പിന്നെ എൻ്റെ മതത്തിന് കുറച്ചൊക്കെ പഠനം കിട്ടിയിട്ടുള്ളൂ. ബാപ്പയൊക്കെ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ ഞങ്ങളൊരു സോഴ്സ് അതായിരുന്നു ശരിക്കും.
ശരി. അത് കഴിഞ്ഞ് പിന്നെ നാടകങ്ങളിലേക്കൊക്കെ ആണല്ലോ നേരെ പോകുന്നത്. സ്കൂൾ കഴിഞ്ഞ് സ്കൂളിലിരിക്കുമ്പോൾ തന്നെ അല്ലേ ഈ നാടകം, അതിൽ KT മുഹമ്മദിൻ്റെ നാടകം, ഇതിൽ അഭിനയിച്ച കഥയൊക്കെ ഞങ്ങളെ 1-2 സാധനത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പം അന്നത്തെ ഈ നാടകം അന്നത്തെ മലപ്പുറം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഭയങ്കര മതപരമായ ഒരു ഇതൊക്കെ ഉള്ളൊരു കാലത്ത് എങ്ങനെ ഈ നാടകമൊക്കെ അത്ര ഫ്രീ ആയിട്ട് ചെയ്യാൻ അല്ല, പറ്റില്ല? മലപ്പുറം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ മതകേന്ദ്രം എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനേക്കാളൊക്കെ മതകേന്ദ്രങ്ങളായിട്ട് നമ്മൾ വിഭാവനം ചെയ്യുന്നത് പൊന്നാനിയൊക്കെയാണ്. മലപ്പുറം സാധാരണ പച്ചയായ മനുഷ്യർ, അവരിൽ അധികവും മുസ്ലിങ്ങൾ, അതിൽ കുറച്ച് മതം പഠിച്ച ആളുകളുണ്ട്, അല്ലാത്തവരുണ്ട്. അങ്ങനത്തെ ഒരു മലപ്പുറം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അതിനൊരു കഥയുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നതിനും നാടകങ്ങളിലും കലാപരിപാടികളിലും താല്പര്യം എടുക്കുന്നതിനും ആദ്യം നമ്മൾ സ്വാഭാവികമായി സ്കൂളിൽ നിന്ന് തന്നെ ചെറിയ ക്ലാസ്സിലാകുമ്പോൾ തന്നെ പ്രസംഗ പരിശീലനമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പ്രസംഗം ഉണ്ടായിരുന്നു. 3, 4, 5, 6, 7 ഞാൻ UP സ്കൂൾ ലെവലിൽ ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് സബ്ജക്റ്റൊക്കെ രസകരമാണ്. ഓണം നമ്മുടെ ദേശീയ ഉത്സവം, അതിനെക്കുറിച്ച് പ്രസംഗിക്കുക. വസൂരി നിർമ്മാർജ്ജന വാരം, ഇറാഡിക്കേഷൻ അതുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാ വീടുകളിലും ഓരോ അടയാളങ്ങളൊക്കെ വെച്ച് DDT അടിക്കലും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമാണ്. അപ്പോൾ അന്ന് പിന്നെ അങ്ങനെ പ്രസംഗത്തിനൊക്കെ ഞാൻ തരകൻ UP സ്കൂളിലൊക്കെ പോയിട്ടൊക്കെ മത്സരിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ മാഷന്മാരൊക്കെ കൊണ്ടുപോയത് അപ്പോൾ ഞാൻ പ്രസംഗത്തിൽ അതുപോലെ എസ്സേ എഴുതുക. ഇപ്പോൾ ചെറിയ ക്ലാസ്സിലാകുമ്പോൾ തന്നെ ഒരു അനുഭവം എന്താ വെച്ചാൽ, ഞങ്ങളെ സ്കൂളിലെ ഹെഡ് മാഷ് ഒരു പാലോളി മുഹമ്മദ് മാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ അന്ന് എക്സ്കർഷൻ കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ മാതിരി വീഗാലാൻഡ് മൈസൂരൊന്നും അല്ല. ഞങ്ങൾ നടത്തി സ്കൂളിൽ നിന്ന് ഒരു 8-10 കിലോമീറ്റർ നടന്നിട്ട് ഒരു റബ്ബർ എസ്റ്റേറ്റ് കാണാനാണ് പോയത്. ഇപ്പം അതിലേക്ക് എപ്പോഴും പോകണതാണ്. ചെറുകുളമ്പിൽ പറവത്ത് പറവത്ത് കുഞ്ഞാലനാജിയുടെ എസ്റ്റേറ്റിലേക്ക് ഒരു യാത്ര, ഒരു വരിയായിട്ട് മാഷ് കൂടെ. അങ്ങനെ അവിടുന്ന് എങ്ങനെയാണ് റബ്ബർ ഷീറ്റ് അടിക്കുന്നത്, അതിൻ്റെ റാട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നത്, തോട്ടങ്ങളൊക്കെ കാണുന്നത് കണ്ട്. അപ്പോൾ അത് അത്ഭുതമാണ്, ആദ്യം കാണുകയാണ്. അത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ സാധാരണ മാഷ് ചെയ്യും, അന്ന് കണ്ട കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരോടും ഒരു എസ്സേ എഴുതാൻ പറയും. അപ്പോൾ അതിമനോഹരമായ ഒരു എസ്സേ ഞാൻ എഴുതിയെന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. അതിന് സമ്മാനം കിട്ടില്ല, അതിന് സാക്ഷ്യം വഹിക്കാൻ ആ മാഷ് ഇപ്പം ഇല്ല. അല്ല അത് അപ്പോൾ എസ്സേ. അതേമാതിരി വേറെ ഈ അരിയും നെല്ലൊക്കെ സംഭരിച്ച് വെക്കുന്ന ഗോഡൗൺ കാണാൻ പോവുക. അപ്പോൾ അതിൽ റൈസൊക്കെ സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് എസ്സേ. ഇങ്ങനെയൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. നാടകത്തിൽ ഞാൻ ഹൈസ്കൂളിൽ, മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പിന്നെ 8, 9, 10 ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. അന്ന് അവിടെ ഇംഗ്ലീഷ് മീഡിയമൊക്കെ ഉണ്ട്. നല്ല പ്രസിദ്ധമായ സ്കൂളാണ്. ഗേൾസും ബോയ്സും സെപ്പറേറ്റ് ഇല്ല, നല്ല സ്കൂളാണ്. ആ സ്കൂളിൽ എത്തിയതിന് ശേഷമാണ് നാടകം, പിന്നെ ഫാൻസി ഡ്രസ്സ്. ഒരു കലാകാരനാണ് ചെറുപ്പത്തിലെ. അതെ, ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇതിലേക്ക് വരുന്ന ആ കാലത്ത് നബിദിനൊന്നുമില്ല നമ്മളെ നാട്ടിൽ. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട നബിദിനൊക്കെ കുറവാണ് ആ കാലഘട്ടം. അത് ശരി, നബിദിനം കുറവാന്ന് ഇപ്പോൾ എനിക്ക് അടച്ചു പറയാൻ പറ്റുമോ അറിയില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടോ ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ല, നിങ്ങളെ മഹലിലൊന്നും അപ്പോൾ നിങ്ങൾ ഈ സുന്നി ഫാമിലി അല്ലേ? അപ്പം അന്ന് ഞങ്ങൾക്ക് വേർതിരിവൊന്നും ഇല്ലല്ലോ, സുന്നി മുജാഹിദ് ഒന്നുമില്ല. സുന്നി ആയിരിക്കണം, സുന്നി തന്നെയാണ്, വേറൊന്നും ഇല്ല അന്ന്. അത് അപ്പോൾ ഒരു അന്ന് ഇപ്പം ഇന്നൊക്കെ ഞങ്ങളുടെ നിസ്കാരം നോമ്പും ഇതൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും, മതപരമായ കാര്യങ്ങളുണ്ട്. ആ മഹലിലുണ്ടാവില്ല. ആ മഹലിൽ അങ്ങനെ ഞാനൊന്നും ഒരു നബിദിന ഘോഷയാത്രയിൽ പോയത് ഞാൻ കണ്ടിട്ടില്ല, ഓർമ്മയില്ല. അങ്ങനെ പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നുകിൽ അത് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പോകാൻ അങ്ങനെ വീട്ടിൽ നിന്ന് വിട്ട് കാണില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. വേറൊരു നേർച്ചല്ലേ നേർച്ചുണ്ട്, മലപ്പുറത്ത് റബീഉൽ അവ്വൽ നേർച്ചുണ്ട്. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എൻ്റെ വാപ്പ മൗലവിയായതുകൊണ്ട് ഈ റബീഉൽ അവ്വൽ മാസം വന്നാൽ അടുത്ത വീടുകളിലൊക്കെ മൗലൂദ്, എല്ലാ വീട്ടിലും നേർച്ചുണ്ടാവും. ഇപ്പോഴത്തെ മാതിരി നേർച്ച റാലിയല്ല. അതാണ് റബീഉൽ അവ്വൽ വന്ന നബിദിനം എല്ലാ വീട്ടിലും ഉണ്ട്. അപ്പോൾ അടുത്ത വീടുകളിലൊക്കെ ഒരു വിധം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനൊക്കെ കഴിവുള്ള ഏത് വീട്ടിലും ഒരു മൗലൂദ്. അപ്പോൾ ഒരു മങ്കൂസ് മൗലൂദിൻ്റെ സബീനയും കൊണ്ട് സബീന, അത് മങ്കൂസ് മൗലൂദാണ് അധികം ഊതുക, ചെറുതല്ലേ, വലിയ മൗലൂദ് ഓതാൻ സമയമുണ്ടാവും. അപ്പോൾ ആ വീട്ടിൽ പോയി ഇന്ന് അവിടെയാണ്. ഇപ്പോൾ വൈകുന്നേരം മഗ്‌രിബിന് ശേഷം വാപ്പ പോകുന്നു, മൗലൂദ് ഓതുന്നു. നിങ്ങൾ പോകലുണ്ട്? അങ്ങനെ ഞാനും കുറച്ചൊക്കെ പോകലുണ്ട്. അവസാനം
പാപ്പാക്ക് ഇത് വളരെ ബിസിയായി. 3 മൗലൂദൊക്കെ ഒരു ദിവസം ഏറ്റ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നെ പറഞ്ഞയച്ചു. ഞാൻ ഓതിയിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ? ഓ മങ്കൂസ് മൗലൂദ് ഷറഫല്ലാനാം 2 മൗലൂദാണ്. അതെ, മങ്കൂസ് മൗലൂദായിരുന്നു എനിക്ക് തോന്നുന്നത് ഓതിയത്. അത് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. അത് എൻ്റെ നരേഷനും അത് കഴിഞ്ഞിട്ടുള്ള നരേഷനാണ്. നരേഷൻ ഓതലാണ് ഒരാൾ അറബി അറിയാന്നുള്ള ഒരു സാധനം. നരേഷനൊക്കെ ഓതിയിരുന്നു. നരേഷനൊക്കെ ഓതി അതിന്റെ ഇതൊക്കെ ബൈത്തൊക്കെ പിന്നെ കേട്ടിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പള്ളിയിലും മൗലൂദ് ഉണ്ടാവും, ഇവിടെയും വീടുകളിലും ഉണ്ടാവും. അപ്പൊ അന്ന് ബിസിയാണ്. അപ്പൊ നബിദിനം എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയാണ് അത് ഞാൻ ധാരാളം പോയിട്ടുണ്ട് പാപ്പന്റെ കൂടെയൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് ഈ മങ്കൂസ് മൗലൂദ് നിന്നാണ് പിന്നെ നിങ്ങൾ KT മുഹമ്മദിന്റെ നാടകത്തിലേക്ക് പോകുന്നത്. അതൊന്ന് ഒരു വല്ലാത്ത അതിനൊക്കെ സാഹചര്യങ്ങളാണ് ഇതൊക്കെ. അതങ്ങനെ പോയതിന് കാരണങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ആ സംഭവം? അല്ല, അതായത് ഇപ്പൊ ഇതൊക്കെ ഓതാനൊക്കെ പോയി അങ്ങനെ നബിദിനം. പിന്നെ സ്കൂളിൽ അന്നത്തെ എനിക്ക് ഒരു 1965 ഒരു പാകിസ്ഥാൻ ഒരു ചൈനീസ് വാർ, 62 ചൈനീസ് വാർ, അത് കഴിഞ്ഞ് പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം, അതൊക്കെ എനിക്ക് സ്കൂളിൽ നിന്ന് ഓർമ്മയുണ്ട്. കാരണം അതിനൊക്കെ ജാഥ ഉണ്ടായിരുന്നു. മാഷന്മാരും കുട്ടികളൊക്കെ കൂടി ദുഷ്ടനായ പാകിസ്ഥാൻ്റെ ധ്രംഷ്ടമിങ്ങെടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ പാടി ഹെഡ്മാഷ് ചൊല്ലിത്തരും. ഞങ്ങളൊക്കെ അത് ഏറ്റു പറഞ്ഞിട്ട് ചൗഹാൻ ചൗധരി സോമൻ സിംഗെ ഒന്ന് ചൗഹാനും ചൗധരിയൊക്കെ അവരെ ആഭ്യന്തരമന്ത്രി മിലിറ്ററി ഓഫീസർ ആർമി ഹെഡൊക്കെയാണ്. അവരെ പേരൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ട് ദേശാഭിമാനം പിന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജാഥകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ പള്ളി മൗലൂദ്, അതും കൂടി പറഞ്ഞാൽ അത് പറയാൻ എന്നുവെച്ചാൽ ഈ പള്ളിയിലെ നേർച്ച എന്നൊക്കെ പറഞ്ഞാൽ വലിയ നേർച്ചയാണ്. അപ്പോൾ നബിദിനത്തിൻ്റെ ആഘോഷം തന്നെയാണ്. അതിലന്ന് നല്ല ചോറ് വെച്ച് വിളമ്പി വലിയ അന്നദാനം ഉണ്ടാവും. ആ അന്നദാനമൊക്കെ അന്ന് രാജ്യത്ത് പട്ടിണിയാണെന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. റോഡിൻ്റെ സൈഡിന് 2 സൈഡിനും ആളുകൾ നീളത്തിലിരിക്കുകയാണ്. ജാതി മതമില്ല, എല്ലാവരും ഇരിക്കുകയാണ്. എല്ലാവരും ഒരു തോർത്തുമുണ്ടൊക്കെ ഉള്ളവർ അത് വിരിച്ചിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് അതിൻ്റെ മേലെ ഒരു ഇല ഇട്ട് കൊടുക്കും. എന്നിട്ട് വിളമ്പും. ഞങ്ങൾ കുട്ടികളൊക്കെ ചെറിയ അതിൻ്റെ കൂട്ടത്തിൽ പപ്പടം വിളമ്പാനോ എന്തെങ്കിലുമൊക്കെ നിൽക്കും. പിന്നെ സാധാരണ ഇറച്ചി, ബീഫ്, അതേമാതിരി പൂളക്കിഴങ്ങ് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള മിക്സഡ് ആയിരിക്കും ഒരു ഭക്ഷണം ഉണ്ട്. അപ്പോൾ അന്ന് ബിരിയാണിയൊന്നും കണ്ടിട്ടില്ല. ആ സംഭവം തന്നെ ഇല്ല അവിടെ ഒന്നും. കപ്പയും ഇറച്ചിയും അത് പക്ഷേ അതൊക്കെ നല്ല ടേസ്റ്റിയാണ്. കാരണം ഈ പൊടികളല്ല ഉപയോഗിക്കുന്നത്, അതൊക്കെ നേരിട്ട് ഉണ്ടാക്കുന്നതാണ്, ആളുകൾ വെക്കണതാണ്. പിന്നെ അതിൽ പിന്നെ നമ്മൾ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ പറയും, ഞങ്ങൾ 2 പേരുണ്ട് കേട്ടോ, കൂടുതൽ ചോറ് കിട്ടാൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം എത്ര ദാരിദ്ര്യമാണ്. ഇന്ന് ചോറായിരിക്കും വേണ്ടല്ലോ. അപ്പോൾ അത് അരിഭക്ഷണം ഒഴിവാക്കുകയാണ്. അപ്പോൾ 2 പേര് വീട്ടിൽ വരാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടിയുള്ള ചോറ് ഇവർ ചോദിച്ചു വാങ്ങും. അങ്ങനെയുള്ള വലിയ നേർച്ചകളുണ്ടായിരുന്നു റോഡ് സൈഡിനൊക്കെ. ഈ മലപ്പുറം നേർച്ചക്ക് പോയിട്ടുണ്ടോ? മലപ്പുറം നേർച്ചക്ക് പെട്ടിയിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പെട്ടിയിൽ പോകാറിന നേർച്ചക്ക് വരവ് അറിയില്ല, അതിന് പെട്ടി എന്നാണ്. പെട്ടി ഉണ്ടാവും അത് നേർച്ചയിലൊക്കെ. പത്തിരിയൊക്കെ ആയിരിക്കും. അത് തലയിൽ ഒരു കൊട്ടയ പെട്ടിയോ ഏറ്റു 1-2 ആള്. അല്ല, അപ്പം ഇത് വലിയ ഒരു ആർത്ത് വിളിച്ച് എല്ലാവരും കൂടി പോവുകയാണ്. അതിൽ കൊട്ടയിൽ പത്തിരിയൊക്കെ ഏറ്റിയ 2 ആളുണ്ടാവും. അതാണ് പെട്ടി വരവെന്നതിന് പെട്ടിന്ന് വരാൻ കാരണം അതായിരിക്കണം. അന്ന് ഞങ്ങളെ പൊന്മള എന്നുള്ള പെട്ടി, ഞങ്ങളെ വടക്കേമണ്ണ എന്നുള്ള പെട്ടി, പൊടിയാട്ടുകാരെ പെട്ടിയാണ് ഡേഞ്ചറസ് പെട്ടി. അത് പൊടിയാട്ടുകാരെ പെട്ടി കാരണം പേടിയാണ് എല്ലാവർക്കും. കുറച്ച് പൊടിയാട്ടുകാരെ പെട്ടി വരുമ്പോൾ കുട്ടികളൊന്നും അങ്ങനെ കാണാൻ പേടിച്ചില്ല. അതിൽ ചിലപ്പോൾ ഉന്തും തിരക്കുണ്ടാവും, ചിലപ്പോൾ അടിപിടി ഉണ്ടാവും. അങ്ങനെ ഒരു പറച്ചില്ല. പൊടിയാട്ടുകാർ നല്ല മനുഷ്യരാണ്, അവരെ കുറ്റം പറയല്ല. അന്നത്തെ പൊടിയാട്ടുകാരെ പെട്ടി പറഞ്ഞാൽ ചെറിയൊരു ഭയമാണ്, ഉൾഭയാണ് അന്നത്തെ കേൾവികൾ. പിന്നെ ഈ നേർച്ച എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു ആഘോഷമാണ്. ഇന്ന് വൈകുന്നേരം രാത്രിയാണ് പെട്ടി പോവുക. 10 മണി 11 മണി 12 ആകുമ്പോൾ അതുവരെ അവിടെ ബാൻഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാൻഡ് ബുക്ക് ചെയ്യണ ചില ആശന്മാർ, ടൗണിൽ നേർച്ചയ്ക്ക് പിരിവെടുക്കണവർ, അതൊക്കെ വലിയ ആൾക്കാരാണ് അവിടുത്തെ. അവരാണ് നേർച്ച സംഘടിപ്പിക്കുന്നത്.
അപ്പോൾ ബാൻഡൊന്നും കിട്ടാനുണ്ടാവില്ല. എല്ലാ ബാൻഡും കൂടി നേർച്ചക്കാർ പല സ്ഥലത്തും ബുക്ക് ചെയ്തിട്ട് 2 സെറ്റ് 3 സെറ്റൊക്കെ ഉള്ളത് വലിയ സംഭവമാണ്. അതിന് കിടന്നും ഇരുന്നും മറിഞ്ഞും അത് കാണാൻ സ്ത്രീകളൊക്കെ ഇറങ്ങി നിൽക്കുക. പിന്നെ ചില വലിയ വീടുകളുടെ മുമ്പിലൊക്കെ പോയി മുട്ടി അവിടെ ചെന്ന് മുട്ടി കൊടുക്കും. അവരിങ്ങോട്ട് അങ്ങാടിക്ക് ഇറങ്ങാത്തവർ പൈസ കിട്ടും. നോട്ടുമാലൊക്കെ ഇടുന്ന പരിപാടി നോട്ടുമാലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബാൻഡ് ഭയങ്കര സംഭവമാണ്. പിന്നെ ഈ വാർത്തക്കാരുണ്ടാവും, ചെണ്ടുണ്ടല്ലേ കുഴലൂതിയിട്ട് വാദ്യക്കാരാണത്. പക്ഷെ ആൾക്കാർ പറയും വാർത്തക്കാരെന്നാണ് നാട്ടിൽ പറയും. അവരിങ്ങനെ കുഴലൂതിയിട്ട് വീട്ടിലൊക്കെ വരും. നല്ല രസമായിട്ടുള്ള ഈ അല്ലികളൊക്കെ തൂക്കിയിട്ട കുഴലിങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് മുണ്ടൊക്കെ ഇട്ടിട്ട് പ്രധാനമായിട്ടും മുസ്ലിങ്ങളായിരിക്കും. ഒരു തരം ചെണ്ടയൊക്കെ ഉണ്ടാവും. അവർ നല്ല പാട്ടൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ പശ്ചാത്തലമാണ് ചെയ്യുക. അപ്പോൾ അവരാണ് വീടുകളിലൊക്കെ നേർച്ച അറിയിക്കാൻ വേണ്ടിയൊക്കെ ഒരു വരവുണ്ട് അവരുണ്ട്. പിന്നെ ഈ ബാൻഡുകാരുണ്ട്. രാത്രി ഒരു 10-12 മണിയാകുമ്പോൾ ആരും ഉറങ്ങാതെ അന്നേരം കുറച്ച് കരിമരുന്നൊക്കെ ഉണ്ടാവും, പൂത്തിരിയൊക്കെ ഉണ്ടാവും. ചിലർ കുട പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ജാഥയായിട്ട് അങ്ങോട്ട് പോകലാണ് വല്യങ്ങാടിക്ക്. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെ ഈ നാടകത്തിലേക്കുള്ള അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നാട്ടിലെ ഓർമ്മകളിൽ. പിന്നെ ഇവിടെ സ്കൂള് പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ഞാൻ പറഞ്ഞല്ലോ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നാടോടി നൃത്തത്തിലൊക്കെ പങ്കെടുത്ത് എനിക്ക് ഓർമ്മ. നാടോടി നൃത്തമൊക്കെ ചെയ്തതാണ്. അതുപോലെ നൃത്തങ്ങൾ പറഞ്ഞാൽ ആൺകുട്ടികളെ കൂടി തലക്കൊരു കെട്ടും ഒരു കൈലി മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പൊങ്ങിയതാണൊക്കെ ഉള്ളത്. അതൊക്കെ ആ കാലത്തുണ്ട്. പിന്നെ നല്ല നൃത്തങ്ങളും ഡാൻസും ഇതൊക്കെ മോഹിനിയാട്ടം അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതിന് കഴിവുള്ള കുട്ടികളതൊക്കെ അവതരിപ്പിക്കും. അപ്പം നാടകത്തിൽ ഞാൻ നാടകത്തിന് 2-3 പ്രാവശ്യം സ്കൂളിൽ നിന്ന് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്കൂളിലൊരു നടൻ എന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ടൗൺ അത് വലിയൊരു നടനല്ലല്ലോ. പക്ഷെ കുട്ടികളുടെ ഇടയിൽ കഴിവുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിന് ജനറലി മാഷന്മാരൊക്കെ നോട്ട് ചെയ്യും. അന്ന് ഈ കലോത്സവത്തിനൊരു ഗ്രേസ് മാർക്കോ അതിന് കാര്യമായിട്ട് എന്തെങ്കിലും പുറത്തുനിന്ന് ജഡ്ജസോ അങ്ങനെയൊന്നും ഉണ്ടല്ലോ. അവിടെ മാഷന്മാർ തന്നെ 2-3 ആൾ ഇരുന്നിട്ട് ഇതിൽ ഏതാ നല്ലതെന്നൊക്കെ തീരുമാനിച്ച് ഫസ്റ്റ് പ്രൈസ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ഫുട്ബോളൊക്കെ മലപ്പുറം ആയതുകൊണ്ട് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫുട്ബോളിലും കായിക പരിപാടികൾക്ക് അങ്ങനെ കല മാത്രമേ ഉണ്ടായിരുന്നു. അന്നും പ്രബന്ധം, പ്രസംഗം, ഡ്രാമ ഇതൊക്കെ ഉണ്ടാവും. ആ നാടകങ്ങളൊക്കെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് അതിൻ്റെ പോയിന്റ്. ഒരിക്കൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കാണാൻ വരുമല്ലോ. ആ കാണാൻ വന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ VN കുട്ടി ഉണ്ടായിരുന്നു, നമ്മളെ പാട്ടുകാരൻ. വിളയിൽ വത്സലയുടെ ഒക്കെ ഉണ്ടായിരുന്നു. VN കുട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു MK നാലകത്തറിന് ഒരു മരുപ്പച്ച എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകമൊക്കെ എഴുതിയ ഒരു ചങ്ങാതി, ഒരു കലാകാരൻ. പുളിക്കലാണ്. അങ്ങനെ കുറച്ച് കലാകാരന്മാരുണ്ടായിരുന്ന സ്ഥലം. VN കുട്ടി മരിക്കണതിന് മുമ്പ് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. VN കുട്ടി അന്ന് ഇതൊക്കെ തുടങ്ങുന്നൊരു കാലം. അങ്ങനെ VN കുട്ടി എൻ്റെ അടുത്ത് വന്നു. നാടകം കഴിഞ്ഞിറങ്ങി ഫസ്റ്റിലായി അഭിനയിച്ചു. കൂടുതൽ ചാൻസസ് ഞാൻ തരാം, ഞങ്ങൾ പുളിക്കൽ ബാലകലാസമിതിയിൽ ചേരുന്നു ചോദിച്ചു. അങ്ങനെ ഞാൻ പുളിക്കൽ ബാലകലാസമിതിയിൽ ചേർന്നു. മലപ്പുറത്തല്ലേ വീട്? പുളിക്കൽ പറഞ്ഞ കുറേ ദൂരെയാണ്. പക്ഷെ അയാളത് അവിടെയാണ്. വേറൊരു അങ്ങനെ ഒരു കലാകാരനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ VN കുട്ടി മാഷ് വിളിച്ചപ്പോൾ ഞാൻ അതിൽ ചേരാൻ തീരുമാനിച്ചു. പിന്നെ അത്ര ചെറുതല്ലല്ലോ, 8-9 ഒക്കെ അല്ലേ, കുറച്ച് വലുതായില്ലേ. അങ്ങനെ ബാലകലാസമിതിയിൽ ചെല്ലാൻ പറയും. ഞാനവിടെ പോവും. അന്ന് അവിടെ റിഹേഴ്സൽ ഉണ്ടാവും. നാടകങ്ങൾ, ഇംഗ്ലീഷ് നാടകങ്ങളൊക്കെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ട് ബാലലോകം പരിപാടി ഉണ്ടായിരുന്നു. രാവിലെ 8:45 ആകാശവാണിയിലുണ്ടാവും. അന്ന് റേഡിയോ ഉള്ളൂ, സോഷ്യൽ മീഡിയ ഇല്ല, മൊബൈലില്ല, റേഡിയോ ഉണ്ട്. ഗ്രാമഫോൺ റെക്കോർഡ്സും പാട്ടുമൊക്കെ ആണല്ലോ. പിന്നെ മറ്റ് റെക്കോർഡിംഗ് ഉണ്ട്, ടേപ്പ് റെക്കോർഡർ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ബാലലോകം പരിപാടിയിൽ കോഴിക്കോട് ആകാശവാണിയിൽ പോവും. അവിടെ ഒരു തങ്കമണി ചേച്ചി പറഞ്ഞൊരു ചേച്ചി ഇരുന്നത് ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ, ഈ ബാലലോകത്തിൻ്റെ ഒക്കെ ചാർജ്. അവരെ റെക്കോർഡിങ് ഞങ്ങൾ പോവും. പിന്നെ ഇവിടുന്ന് റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് പോയി അവിടെ റെക്കോർഡിങ്ങിന് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ചെറിയൊരു പ്രതിഫലം എന്തോ കിട്ടും. അപ്പോൾ മാഷ് ഞങ്ങൾ കുട്ടികൾ അന്ന് വത്സലൊക്കെ ഉണ്ട്. വത്സല പിന്നീട് ഫസീലായ ഫസീലാകുന്നതിൻ്റെ ഒക്കെ എത്രയും മുമ്പ്. ഫസീലാകുമ്പോൾ ഒക്കെ നമ്മൾ അവിടെയായിട്ട് വിട്ടിരിക്കണം. നമ്മൾ വേറെ വയ്ക്കും. അവർ അതിനടിയിലായതാണ്. അപ്പോൾ അവർ നല്ല പാട്ട് അന്ന് പാടും. പിന്നെ വേറൊരു ആയിഷ സഹോദരിമാർ, ഒരു വത്സരാജ് എന്ന രാമനാട്ടുകാരുള്ളൊരു പയ്യൻ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അസല് പാട്ടുകാരുണ്ടായിരുന്നു. എനിക്ക് അത്ര പാടാനെന്ന് അറിഞ്ഞൂടെ. ഞാൻ ഈ ഡ്രാമകളൊക്കെ ചെയ്യും. ആ സമയം ഇവർക്ക് ചിലപ്പോൾ കൂട്ടിന് പാടിക്കൊടുക്കും.
അങ്ങനെ ഉണ്ടല്ലോ, കോറസ്. കോറസ്. അതിന് ഞങ്ങളല്ലേ ഉണ്ടാവുള്ളൂ, അതെ അതെ പരിമിതമായ ആൾക്കാരുണ്ടാവുള്ളൂ. അതെ അതെ. അപ്പം ഞങ്ങൾ തന്നെ അത് പാടും. അപ്പോൾ ഈ ഒരു പാട്ടിന് അങ്ങനെ കൂടി കൊടുക്കാനൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ കോറസ് പാടിയിരുന്നു. പിന്നെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്നു. ആകാശവാണിയിൽ ഒരു ദിവസം വസന്തോത്സവം എന്നൊരു കാവ്യസമാഹാരം അവതരിപ്പിച്ചിരുന്നു. കാവ്യസമാഹാരം. കാവ്യസമാഹാരം. അപ്പോൾ അതൊരു നറേഷൻ ഉണ്ടാവും, കുറച്ച് കവിതകളുണ്ടാവും, ഓക്കെ. അങ്ങനെയുള്ളത്. അപ്പോൾ അതിൽ ഓരോ പൂക്കളായിരുന്നു, റോസ്, മുക്കുറ്റി. അപ്പം ഞാനതിൽ മുക്കുറ്റിയായിരുന്നു, മുക്കുറ്റി പൂവായിരുന്നു. പൂവായിരുന്നു. അപ്പം 4 കൂട്ടി മുറുക്കി തുപ്പിയ നിറമാണല്ലേ കണ്ടാൽ ദേവന് പൂജയ്ക്കായി പലരും കൂടയിലാക്കി എടുക്കുന്നൊക്കെ ഒരു വരി ഉണ്ടായിരുന്നു. മുക്കുറ്റിയുടെ ഭാഷണം, മുക്കുറ്റിയുടെ കഥ, മുക്കുറ്റി പറയണം. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു നരേഷൻ പറയും, അത് കഴിഞ്ഞ് വേറെ റോസ് വേറെ പറയും, അതിനൊരു വരികളുണ്ടാവും. അപ്പോൾ ഇത് അവതരിപ്പിച്ച ദിവസം എനിക്ക് ആ വസന്തോത്സവം ഭയങ്കര ഇഷ്ടമായി. പൊതുവെ എനിക്കപ്പോൾ കവിതയിൽ കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നിരിക്കണം, അതുകൊണ്ട് എനിക്കത് വളരെ ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഈ വിയൻകുട്ടിയോട് ചോദിച്ചു, ഇത് ആരും എഴുതിയതാണ്? ഇദ്ദേഹം കാണണമല്ലോ, നന്നായിട്ടുണ്ടല്ലോ. അത് ഞാൻ കാണിച്ചു തരാം, ഇവിടെ തന്നെ കോഴിക്കോട് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആകാശവാണിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബീച്ചിലൊക്കെ നടന്ന് കുട്ടികൾക്ക്, ഈ പെൺകുട്ടികൾക്ക് വളി ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കും, ചില സാധനങ്ങളൊക്കെ. അത്രയൊക്കെ പ്രതിഫലം ഉണ്ടാവുള്ളൂ. പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് പോകും. പിന്നെ ബസ്സിനും ഇങ്ങോട്ട് വരുമ്പോൾ അവർ കുറച്ചാൾ പുൽക്കലിറങ്ങും, ഞാൻ മലപ്പുറത്ത് ഇറങ്ങും. അങ്ങനെയായിരുന്നു. അപ്പോൾ ആളൂർ പ്രഭാകരൻ എന്ന് പറഞ്ഞ ഒരാളാണ് അത് എഴുതിയിരുന്നത്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റായിരുന്നു. വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ മരിച്ചിട്ട്, മലപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ആ പേരൊന്നും അന്ന് പറഞ്ഞില്ല, ഒരു ഓഫീസിലേക്ക് കൊണ്ടുപോയി വിയൻകുട്ടി. അത് നവജീവൻ എന്ന് പറഞ്ഞൊരു പത്രത്തിൻ്റെ ഓഫീസായിരുന്നു, കോഴിക്കോട് ജോസഫ് റോഡ്, വെള്ളയിൽ ഒരു വലിയ നവജീവൻ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് വിയൻകുട്ടി കയറിയിട്ട് വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്, ഇയാളെ കാണിച്ചത് അദ്ദേഹമാണ് എഴുതിയതാണ് കവിതകൾ. അപ്പോൾ അദ്ദേഹം എന്നെ പരിചയപ്പെട്ടു, നിങ്ങളെവിടെ? ഞാൻ മലപ്പുറത്താണ്. ഞാൻ തിരുനാവായിയാണല്ലോ എന്ന് പറഞ്ഞയാൾ. ചന്ദനക്കാവിൽ മേൽപ്പത്തൂരിൻ്റെ ആ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഇങ്ങനെ മലപ്പുറത്തായതുകൊണ്ട് അവിടെ വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹീ ഹാപ്പൻ ടു മീറ്റ് മീ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ തുടങ്ങി മലപ്പുറത്ത് നിന്നിട്ട്. ഞാൻ കലാകാരനാണെന്നല്ല. അങ്ങനെ അതിൻ്റെ ഇടയിൽ മൂപ്പനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞു, ഞങ്ങളിവിടെ ഒരു കലാസമിതി രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അവർ CPI-കാരനാണത്. ഞാൻ മനസ്സിലാണില്ല, എനിക്കന്ന് മനസ്സിലായിട്ടൊന്നുമില്ല. ഞാൻ ഈ കലയിൽ താല്പര്യമുള്ളവരെ എനിക്കിഷ്ടമാണല്ലോ, അതുകൊണ്ട് നിൽക്കണം. അപ്പോൾ അയാൾ പാർട്ടിയൊക്കെ, ഞാനൊരു പാർട്ടി മെമ്പർഷിപ്പ് എടുക്കത്തക്ക പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ സ്റ്റുഡൻസ് ഫെഡറേഷനൊക്കെ ഉണ്ട് അവർക്കന്ന്. എന്തായാലും അവിടെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ KT മുഹമ്മദിൻ്റെ കാഫറൊക്കെ മലപ്പുറം കോട്ടപ്പടി മൈതാനത്ത് ഒരു സെമിനാറൊക്കെ നടക്കുന്ന സമയത്ത് ഗവൺമെൻറ് സ്പോൺസേർഡാണ്. ഞങ്ങൾ പൈസ വാങ്ങിച്ച് സർക്കാരിന് വേണ്ടി കളിച്ചു കൊടുത്തായിരുന്നു. ഞാൻ അഭിനയിച്ചിരുന്നു. കേട്ടോ, അതിനൊക്കെ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല കുടുംബത്തിലൊക്കെ? അതൊന്നും ഇപ്പം അങ്ങനെ ഒരു ജനറലൈസ്ഡ് അല്ല, ഒരു സെറ്റ് ആൾക്കാരെ ഇപ്പോൾ അതൊക്കെ കാണുള്ളൂ. അപ്പം എന്നാലും ഇപ്പോൾ മോല്ലാക്കാൻ്റെ മോനെ അല്ലെങ്കിൽ മോലിയാരെ മോനെ അല്ല, അതൊന്നും ഒരു ഇഷ്യൂ അല്ല. ഇത്രയധികം കമ്മ്യൂണലായിട്ടുള്ളതൊന്നും ഇല്ല, പ്രശ്നമില്ല. നാട്ടിലും ഇല്ല. മൈതാനത്ത് എത്രയോ ആൾക്കാരുള്ള മുമ്പിലല്ലേ ഞങ്ങൾ അവതരിപ്പിച്ചത്. ഇപ്പോൾ KT മുഹമ്മദിൻ്റെ കാഫർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ മെസ്സേജൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ കഥാപാത്രമായിട്ടൊരു മുഹമ്മദ് അലി എന്ന് പറഞ്ഞൊരു കഥാപാത്രം, ഒരു നല്ല കഥാപാത്രമാണ് അത്. എൻ്റെ ഒരു കാമുകിയോ മറ്റായിട്ട് അഭിനയിച്ചിരുന്ന നിലമ്പൂർ ബാലൻ എന്ന് പറഞ്ഞ സിനിമാ താരത്തിൻ്റെ വൈഫ് വിജയലക്ഷ്മി ആയിരുന്നു. അവർ വലിയ നടിയായിരുന്നു കേട്ടോ, നമ്മളവിടേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. ഈ ആളൊരുപാരനും അതിൽ അഭിനയിച്ചിരുന്നു. അത് ഞങ്ങളെ ജനതാ തിയേറ്റേഴ്സ് ആണ് അവതരിപ്പിച്ചത്, മലപ്പുറം ജനതാ തിയേറ്റേഴ്സ്. അന്നിപ്പോൾ ഈ മദ്രസയും പഠനവും അതൊക്കെ ഉണ്ടെങ്കിലും സ്കൂളിൽ നാടകങ്ങളും പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും ഒരു പ്രശ്നം. KT മുഹമ്മദിന്റെ നാടകങ്ങൾ ഇജി നല്ല മനുഷ്യനാകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു. അല്ല, ഇജി നല്ല മനുഷ്യനാകാൻ നോക്ക് അയമു എഴുതിയല്ലേ? ഈക്ക് അയമു തോന്നുന്നുണ്ട്. നിലമ്പൂർ ഉസ്മാൻ ഡോക്ടറൊക്കെ ഇടതുപക്ഷ. മുഹമ്മദിന്റെ പിന്നെ വേറെ ഏതാ? KT മുഹമ്മദിന്റെ കുറേ നാടകങ്ങളുണ്ട്. ഇത് KT മുഹമ്മദിന്റെ ഒന്ന് അവിടെ അവതരിപ്പിച്ചെന്ന് പറയാം. വേറെ ഞങ്ങൾ പിന്നെ അത് ജനതാ തിയേറ്റേഴ്സ് ആയിരിക്കുമ്പോൾ തന്നെ പടരുന്ന വെളിച്ചം, ഉണ്ണികൃഷ്ണൻ തിരുവാഴിയോടിൻ്റെ തീക്കുടുക്ക, ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാടകങ്ങൾ, ഒരു 30-32 ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. വലിയ നാടക നടനായി മാറിയിരുന്നു. അതെ, അങ്ങനെ അന്നത്തെ ഞങ്ങളൊക്കെ വിശ്വാസം അനുസരിച്ച് ഞങ്ങളൊക്കെ നടന്മാരായിരുന്നു. ഏതൊക്കെയാണ് വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്? പല വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. അതിലൊരു പിന്നെ ഓർക്കണ വേഷം, ഈ സിവിക് ചന്ദ്രൻ്റെ ഒരു നാടകം ഉണ്ടായിരുന്നു, താമ്രപത്രങ്ങൾ എന്നാണ്. അത് താമ്രപത്രത്തിൻ്റെ പീരീഡ് 1975 ആണ്. അന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ
വാർഷികമാണ്. ആ അടിയന്തരാവസ്ഥ ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അത് 25-നാ വന്ന്. ആ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കൂത്താട്ടുകുളത്ത് പ്രസംഗിക്കുകയായിരുന്നു അടിയന്തരാവസ്ഥ വന്ന ദിവസം. അതിലേക്ക് പോകാം. അതിലേക്ക് പോവാം ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ നാടകം സിവിക് ചന്ദ്രൻ്റെ നാടകത്തിൽ താമ്രപത്രങ്ങളാണ്. താമ്രപത്രം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അന്ന് കൊടുത്തിരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. പെൻഷനൊക്കെ അനുവദിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു താമ്രപത്രം കൊടുക്കും. താമ്രം എന്ന് പറഞ്ഞാൽ ചെമ്പ് എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു തകിട് മാതിരി, ചെമ്പ് തകിട് മാതിരി. കുറേ ആൾക്ക് അത് കിട്ടിയിരുന്നു. അപ്പോൾ അത് ഒരു വിഷയമാക്കിയിട്ടാണ് സിവിക് ചന്ദ്രൻ എഴുതിയത്. അപ്പോൾ അത് ഞങ്ങൾ മഞ്ചേരി പ്രീതി മ്യൂസിക് ക്ലബ്ബാണ്, ഞങ്ങളുടെ ക്ലബ്ബല്ല, പ്രീതി മ്യൂസിക് ക്ലബിൻ്റെ നാടകമായിരുന്നു. ടാഗോർ സെൻറ്റിനറി ഹാളിൽ മത്സരത്തിന് അവതരിപ്പിച്ച തിരുവനന്തപുരത്ത്. അതിൽ ഞാൻ പ്രശാന്തൻ എന്ന് പറയുന്നത് നക്സലായിരുന്നു. നിങ്ങൾ നക്സലായിരുന്നു? അത് കാരണം സിവിക് ചന്ദ്രൻ്റെ ആണല്ലോ, കുറച്ചൊരു ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാന കഥാപാത്രം സിവിക് ചന്ദ്രൻ്റെ കഥയിലുണ്ടായിരുന്നത് ഈ പ്രശാന്തനാണ്. പിന്നെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള അച്ഛൻ, അങ്ങനെയൊക്കെയാണ്. ആ പ്രശാന്തനെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ പ്രശാന്തൻ എന്താണ് അതിൽ അവസാനം ആയത്? പ്രശാന്തന് അവിടെ അവസാനം അത് ബോംബിടലൊക്കെ ഉണ്ടായില്ലേ. പക്ഷെ അത് നമ്മൾ റേഡിയോയിൽ കേൾക്കുള്ളൂ, അതിൽ ചെയ്യണമൊന്നുമില്ല. ശബ്ദരേഖയിൽ നമ്മൾ അങ്ങനെ ഡൽഹിയിൽ പോയിട്ട് പിന്നെ അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എന്തോ ചടങ്ങിൽ എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് റേഡിയോയിൽ കേൾപ്പിക്കലുള്ളൂ. നാടകമല്ലേ. പക്ഷെ ഞങ്ങൾ അവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അന്നത്തെ ഇപ്പോൾ വേടൻ്റെ പാട്ട് മാതിരി കുറേ രോഗകാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായില്ലെന്ന് മാത്രം. അപ്പോൾ അതിൽ പിന്നെ ഉണ്ടായിരുന്നു, വിയറ്റ്നാമിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട കുരുന്നു പെൺകുട്ടികളുടെ പേരിൽ, അവിടെ തല്ലിത്തകർക്കപ്പെട്ട യുവാക്കളുടെ നെഞ്ചിൻ കൂടിൻ്റെ പേരിൽ, അവിടെ തല്ലിത്തകർക്കപ്പെട്ട വയസ്സന്മാരുടെ തലയോട്ടികളുടെ പേരിൽ ഇവിടെ ആർക്കും ദുഃഖമില്ല, ഇവിടെ ഉണ്ണുന്നു, ഉറങ്ങുന്നു, ഉണ്ണാനും ഉറങ്ങാനും വേണ്ടി വീണ്ടും എഴുന്നേൽക്കുന്നു എന്നൊക്കെ ഞാൻ അച്ഛനോട് പറയണത്. അന്നത്തെ യുവതുർക്കിയാണ്. അപ്പോൾ യുവതുർക്കിയാണ്. അപ്പോൾ എനിക്കൊരു കാമുകി ആ കാലത്തുണ്ട്. ആ കാമുകി പിന്നെ ഇവിടെ മുമ്പിൽ വന്നിട്ട് എൻ്റെ നിസ്സഹായാവസ്ഥ ഞാൻ ബോധ്യപ്പെടുന്നുണ്ട്. ദുരഭിമാനത്തിൻ്റെ തോലുരിഞ്ഞു വെച്ച് മൺവെട്ടിയുമായി ഞാൻ ഇറങ്ങാം, പക്ഷേ നമുക്ക് കാൽകുത്തി നിൽക്കാൻ ഭൂമി എവിടെ, നമുക്ക് തലയുയർത്തി നിൽക്കാൻ ആകാശം എവിടെ, നമുക്ക് ആകാശവും ഭൂമിയുമില്ല എന്ന് പറഞ്ഞാൽ പണിക്ക് പോകാൻ ഇവിടെ നോക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്, ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം ഞാനിങ്ങനെ ഒരു ഇടതുപക്ഷക്കാരനായിട്ടൊക്കെ നടക്കുകയാണത്. അതെ അതെ അതെ. പിന്നീട് ശ്രീനിവാസനൊക്കെ കൊണ്ടുവന്ന അങ്ങനത്തെ കഥാപാത്രം അതൊക്കെ അവതരിപ്പിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ മൃത്യോർമ്മ എന്നൊക്കെ പറഞ്ഞ നാടകങ്ങളൊക്കെ നല്ല നാടകങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സജീവ രാഷ്ട്രീയത്തിലേക്ക്. അതാണ് ഇപ്പോൾ ഈ ആളൂർ ഉപകാരൻ്റെ കൂടെ ചേർന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പല നാടകങ്ങളിലും അഭിനയിച്ചപ്പോൾ ഒരു ദിവസം ഐ ഫൗണ്ട് മൈസെൽഫ് ഇൻ എ ഡ്രാമ അറ്റ് വണ്ടൂർ. ആ ഡ്രാമ അഭിനയിക്കാൻ വേണ്ടിയിട്ട്, അതിൽ പടരുന്ന വെളിച്ചെന്ന ആ നാടകത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ അഭിനയിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മേക്കപ്പ് ചെയ്തിട്ട് ഇത് തുടങ്ങുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആളൂരിനോട് ചോദിച്ചു, അല്ല എത്ര നേരമായി ഇതിങ്ങനെ നിൽക്കണതെന്ന്. കേരളം ഒരു ജാഥ വരാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇത് നടക്കുള്ളൂ പറഞ്ഞു. അപ്പോഴാണ് എനിക്കതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനമാണെന്ന് മനസ്സിലായത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തുമായിട്ടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള എൻ്റെ ബന്ധം ഈ ജനതാ തിയേറ്റേഴ്സ് അവരുടെ ഒരു കസ്റ്റഡിയിലായി ഈ ഡ്രാമ. അപ്പോൾ പിന്നെ അതുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്ത് ആൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഒരു സ്റ്റേറ്റ് കോൺഫറൻസ് വന്ന് പിന്നെ ഡെലിഗേറ്റ് ആക്കിയവർ. അങ്ങനെയാണ് ഫസ്റ്റിൽ ദേ ആർ റിക്രൂട്ടിങ് മീ ടു ദ പാർട്ടി. ഈ നാടകങ്ങളിലൂടെ ഞാൻ യാദൃശ്ചികമായി ആളൂർവാരനെ പരിചയപ്പെട്ട അദ്ദേഹത്തോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റായി. അവരുടെ തീരുമാനപ്രകാരം ഞാൻ സ്റ്റുഡൻസ് ഫെഡറേഷനിൽ പോയി. അങ്ങനെ അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയി, സ്റ്റേറ്റ് പ്രസിഡൻ്റായി, നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായി. പിന്നെ ഞാൻ നാടകത്തിന് സമയം കണ്ടില്ല. പിന്നെ ഇത് തന്നെയായിരുന്നു ഒരു പണി. ഇത് ഞാൻ ഒരു ഭ്രമമായി തോന്നിയപ്പോൾ ഞാൻ അതെടുത്തു. പ്രസംഗം ധാരാളമുണ്ട്. അന്ന് മഞ്ചേരി NSS കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ NSS കോളേജിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ശ്രീധരൻ മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതേമാതിരി ഭയങ്കര പ്രോത്സാഹനം, പൊളിറ്റിക്കലായിട്ട് എന്നെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ് ശ്രീധരൻ മാഷ്. അയാൾ NSS ഞാൻ PDCക്ക് ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും ആയിരുന്നു, മാത്സും ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ആയപ്പോഴേക്ക് സ്റ്റുഡൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഫലമായിട്ട് ലാബ് ഒഴിവാക്കാൻ വേണ്ടി ഹിസ്റ്ററി എടുത്തു. അങ്ങനെ ഹിസ്റ്ററിയിൽ പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, ബ്രിട്ടീഷ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഹിസ്റ്ററി ഓഫ് ദ ഫാർ ഈസ്റ്റ്, ഇതൊക്കെയാണ് പഠിച്ചിരുന്നത്.
അത് പ്രൊഫസർ വി വേണുഗോപാൽ എന്നൊക്കെ പറയുന്ന നല്ല ഹിസ്റ്റോറിയൻസ്, നല്ല അധ്യാപകരുണ്ടായിരുന്നു. അത് ഞാൻ പാസ്സാവുകയൊക്കെ ചെയ്തു, പ്രീ ഡിഗ്രിയും ജയിച്ചു, പിന്നെ ബി എക്കായി. ആ കാലത്ത് പിന്നെ നാടകത്തിൻ്റെ ഒരു 5 കളിയാണ് കോളേജിൽ. നാടകം, സമരങ്ങൾ, കലാപരിപാടികൾ, ജാഥകൾ, സ്കൂള് കോളേജ് പൂട്ടിയിടിക്കൽ, അതൊക്കെ അത് ധാരാളം വളരെ എന്താ പറയുക, ഒരു തരം സംഘർഷഭരിതമായ, അല്ലെങ്കിൽ അന്നിപ്പോൾ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 ഉണ്ടല്ലോ, 64 മുതൽ ഉണ്ടല്ലോ. ഇതൊക്കെ 64 ശേഷം അല്ലേ സജീവം ആയിരിക്കും. ഞാൻ ഇതിലാണ് വന്നത്, AISF വന്നത്. AISF അത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ. അവർ സജീവമായിരുന്നു. അവൻ സജീവമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആളേ ഉള്ളൂ, SFIയുടെ അത്ര ആളില്ല. പക്ഷേ അതായി നിന്നിട്ട് അതിൻ്റെ നേതാവായി നടന്ന് ജില്ലാ സെക്രട്ടറി, അങ്ങനെ സ്റ്റേറ്റൊക്കെ ആയി വന്ന ആ സാഹചര്യത്തിൽ അവിടെ എല്ലാ മത്സരത്തിലും ഞാൻ ജയിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി, ആർട്സ് ക്ലബ് സെക്രട്ടറി, മാഗസിൻ എഡിറ്റർ, എല്ലാ വർഷവും മത്സരം ഉണ്ടായിരുന്നു. എൻ്റെ യൂണിയനിൽ ആകെ 15-20 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു 900-1000 സ്റ്റുഡൻസ് ഉണ്ട്. എന്നാലും ഞാൻ ജയിക്കും. അത് നമ്മുടെ അവർക്ക് തന്നെ ഇഷ്ടമാണ്. നാടകത്തിലും പിന്നെ ഒക്കെയുള്ള പ്രസംഗമൊക്കെ കേട്ട ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിൽ പക്ഷേ പലപ്പോഴും SFI, AISF, MSF ഒരു മുന്നണിയായിരുന്നു. അങ്ങനെ കുറേ MSFകാരെ എനിക്ക് അവിടുന്ന് ബന്ധം കിട്ടിയിട്ടുണ്ട്, നല്ല ബന്ധം കിട്ടിയിട്ടുണ്ട്. പിന്നെ KSU MSF ആയിട്ടുള്ള മുന്നണി ഉണ്ടായിരുന്നു, AISF കൂടി ചേർന്ന്. ഏതോ 1-2 വർഷങ്ങൾ SFI, AISF, MSF മുന്നണിയായിരുന്നു, അതിൽ KSU ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള മുന്നണികളൊക്കെ മാറി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. UC ഒക്കെ ഉണ്ട്. പിന്നെ ലോ കോളേജ് പോണത് എല്ലാ വർഷവും ഇവിടെ പ്രസംഗത്തിനൊക്കെ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു, മഞ്ചേരി. പിന്നെ ആ 1974 ഐ വാസ് ദ ഫസ്റ്റ്. മലയാളം സ്പീച്ചിൽ ഞാനാണ് 1ാം സ്ഥാനം, സെലക്യൂഷനിൽ, കോഴിക്കോട് സർവകലാശാലയിൽ, ഇന്റർസോൺ. അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ, സംശയമുണ്ട് എനിക്ക്. ആദ്യത്തിൽ V രാജഗോപാലായിരുന്നു. പിന്നീട് ഒരു സ്പോർട്സ് ലേഖനമൊക്കെ ആയില്ലേ, അയാളായിരുന്നു കുറച്ചു കാലം യൂണിയൻ. പിന്നെ ഈ മുല്ലപ്പള്ളിയാണ് എനിക്ക് ഫസ്റ്റ് പ്രൈസിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അന്ന് ഈ കൊടുങ്ങല്ലൂർ, തിക്കോടിയനൊക്കെയാണ് അവിടെ ജഡ്ജസായി ഉണ്ടായിരുന്നു. ഈ കാലഘട്ടം നമ്മോട് എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ള സ്പീച്ചായിരുന്നു. എന്താണ് പറഞ്ഞത്? അതിൽ ഇതൊക്കെ തന്നെ രാഷ്ട്രം അന്നൊരു അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റ് ആയതിന്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയ പഠന കളരി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ പോളിറ്റിക്സ്, ഇന്ത്യൻ പോളിറ്റിക്സ്, സ്റ്റേറ്റ് പോളിറ്റിക്സ്, ഇതൊക്കെ അന്നേ മനസ്സിലാക്കാനും അന്നത്തെ ഒരു ലോക രാഷ്ട്രീയം എന്താണ്, അത് എൻ്റെ ഈ വാതായനങ്ങൾ മുഴുവൻ ലോക രാഷ്ട്രീയത്തിലേക്കും കൂടുതൽ ചിന്തകളിലേക്കും മനുഷ്യവംശത്തിൻ്റെ നിലപാടിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് തുറക്കപ്പെട്ടത് അങ്ങനെയാണ്. അപ്പോൾ അന്നത്തെ പോളിറ്റിക്സിൽ ഞങ്ങൾക്ക്, ഞാൻ പറയാം, ഇപ്പോൾ ഒരു വിയറ്റ്നാം വാർ നടക്കുന്ന കാലമാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പോൾ വിയറ്റ്നാം വാറിൽ അമേരിക്കൻ ഇമ്പീരിയലിസത്തിനെതിരായി വലിയ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ നടത്തി. ഇവിടെ കൊച്ചിമിന് അതൊന്നും ആയിട്ടില്ല, ഭരണാധികാരി ആയിട്ടില്ല. വിയറ്റ്നാമിൽ അമേരിക്ക 13 വർഷത്തെ ഏജന്റ് ഓറഞ്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആ രാജ്യം മുഴുവൻ തകർത്തല്ലോ. പക്ഷെ ആ യുദ്ധത്തിൽ അവർ ജയിച്ചു. അന്ന് ഞങ്ങൾ വിയറ്റ്നാമിൻ്റെ കൂടെയാണ്. അപ്പോൾ വിയറ്റ്നാം അമേരിക്കയ്ക്ക് എതിരാണ്, ഇമ്പീരിയലിസത്തിനെതിരാണ്, മൊസാദിനെതിരാണ്, CIA എതിരാണ്. അതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ യുദ്ധത്തിൽ വിയറ്റ്നാമിൻ്റെ വിജയം, വിയറ്റ്നാമിൽ തകർക്കപ്പെട്ട ഒരു കുട്ടികളുടെ ആശുപത്രി പുതുക്കി പണിയാൻ വേണ്ടി ഫണ്ട് പിരിവ് 25 പൈസയുടെ കൂപ്പൺ വിരിച്ചിട്ട് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വിയറ്റ്നാമിൽക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 71 ബംഗ്ലാദേശ് വിമോചന സമരം. അപ്പോൾ ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ കൂടെയാണ് ഇന്ദിരാഗാന്ധി, നമ്മുടെ ആർമി, അവരുടെ മുക്തിബാഹിനി, മുജീബ് റഹ്മാൻ, അതൊക്കെ ഞങ്ങൾ ആവേശഭരിതരാക്കിയൊരു സംഭവമാണ്. ആ വിജയമൊക്കെ ഭയങ്കര സംഭവമായിട്ട് ആ വിമോചന സമരം വിജയിക്കുന്നു, ഇന്ദിരാഗാന്ധിൻ്റെ കൂടെ നിൽക്കുന്നു. അപ്പോൾ ബംഗ്ലാദേശിൽ കുറേ അഭയാർത്ഥികൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നു യുദ്ധത്തിൽ ഉള്ള പ്രശ്നം കൊണ്ട്. ആ അഭയാർത്ഥികൾക്ക് വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി അയച്ചു കൊടുത്തിട്ടുണ്ട്, മെഡിസിൻ, വസ്ത്രങ്ങളൊക്കെ. മലപ്പുറം ജില്ലാ കളക്ടർ ജോണായിരുന്നു, KJ ജോൺ. അല്ല, ആദ്യത്തെ കളക്ടർ ഭാസ്കരൻ നായരായിരുന്നു. അന്ന് ഈ കാലത്ത് KJ ജോൺ, അദ്ദേഹത്തിന് ഞങ്ങൾ ഈ ഇതൊക്കെ കൈമാറിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഗിരിജ C ജോർജ് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അവരായിരുന്നു. അവർ പെരിന്തൽമണ്ണയായിരുന്നല്ലോ അന്ന്. അപ്പോൾ അവരും ഞങ്ങളൊക്കെ കൂടി പോയിട്ടാണ് ഇതൊക്കെ കൊടുത്തത്, എനിക്ക് ഓർമ്മയുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു സംഭവ ബഹുലമായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഈ മാതിരി ഒരു ഏതെങ്കിലും കറുത്ത ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ഒരു വിഭാഗം, ചുവന്ന ടീഷർട്ട് ഇട്ട് വേറൊരു വിഭാഗം, അങ്ങനെ കോളേജിലൊക്കെ മാറി മാറി നിന്ന് അരാഷ്ട്രീയവാദികളായിട്ടുള്ള ധാരാളം ആളുകൾ ഇപ്പം ഉണ്ടല്ലോ. അന്ന് അങ്ങനെയൊന്നുമല്ല, ഒരു റിയാക്ഷൻ ഉണ്ട് ഏത് വിഷയത്തിലും, ലോകത്തിലെ ഏത് വിഷയത്തിനുള്ള ഒരു പ്രതികരണം. അന്ന് 70കളാണത്, എല്ലാ കോളേജിലും ഉണ്ട്. ക്യാമ്പസുകൾ സജീവമാണ്, വൈബ്രന്റ് ആണ്. വൈബ്രന്റ് ആണെന്ന് മാത്രമല്ല, അനാവശ്യ കാര്യത്തിനുള്ള വൈബ്രന്റ് അല്ല, തല്ലുംപിടിയല്ല, വെറും ഈ വിഷയത്തിലുള്ള ഇതുണ്ടാവുന്ന മാത്രമേ. അമേരിക്കക്ക് അനുകൂലമായിട്ടൊന്നും ആരും പ്രകടനം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുമില്ല. പൊതുവെ ഞങ്ങൾ കുറച്ച് മുമ്പിലാണെങ്കിലും വേറെ ഉള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ സ്റ്റുഡൻസിൻ്റെ ആവശ്യങ്ങൾ, ഫീസുകളുടെ ഏകീകരണം നടന്ന സമയത്ത് വലിയ പ്രക്ഷോഭങ്ങൾ, കോളേജ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ളത്, കുട്ടികളുടെ പഠന സൗകര്യത്തിന്, ഡെമോക്രാറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള. അന്ന് ഞങ്ങളെ ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ നേതാക്കന്മാരൊന്ന് ഈ സുധാകർ റെഡ്ഡിയൊക്കെ അന്ന് വളരെ ആന്ധ്രക്കാരനായ നല്ല സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരനാണ്, നാഷണൽ പ്രസിഡൻ്റാണ്. അയാൾ പിന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി. അതുപോലെ രൺജിത് ഗുഹ ബംഗാളിലുള്ള, അസീസ് പാഷ ഹൈദരാബാദിലുള്ള, ഗുണാളൻ തമിഴ്നാട്, ഈ നേതാക്കന്മാരൊക്കെ പിന്നെ മലപ്പുറത്ത് വരികയും എൻ്റെ കോളേജിലൊക്കെ പ്രസംഗിപ്പിക്കുകയും അവരുടെ പ്രസംഗമൊക്കെ ഞങ്ങൾ നടന്ന് പരിഭാഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ CPI നേതാക്കന്മാരായിട്ടുള്ള ZA അഹമ്മദ്, സുൽഫീഖർ അലി അഹമ്മദ്, മറ്റേ ബൂട്ടോയുടെ ബ്രദറായിട്ടാണത്. അയാൾ ഇന്ത്യയിലെ അദ്ദേഹം ഇന്ത്യയിലായിരുന്നു, കമ്മ്യൂണിസ്റ്റായിരുന്നു, MP ആയിരുന്നു. പിന്നെ ഭൂപേഷ് ഗുപ്ത ഉണ്ടായിരുന്നു, നല്ല MP ആയിരുന്നു. ഇവരൊക്കെ മലപ്പുറം വരുമ്പോഴൊക്കെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ ഒരു സജീവമാണ്. അതേമാതിരി ഇങ്ങനെ വിനോയ് വിശ്വം ഞങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ്, ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കുറച്ചു കാലം ഞാൻ പ്രസിഡൻറ്റും, K ബാലകൃഷ്ണൻ ജസ്റ്റിസായി, അയാൾ ഇപ്പോൾ റിട്ടയർഡ് ജസ്റ്റിസാണ് ഹൈക്കോടതിയിൽ. അപ്പോൾ അയാൾ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടേം ഉണ്ടായിരുന്നു. അതിന് ബിനോയൊക്കെ ഒരു കട്ടിലിൽ 4 വർഷം ഇറങ്ങിയതാണ് തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിൽ. ലാ കോളേജിൽ പോകുമ്പോൾ ഇവിടുത്തെ BA പൂർത്തിയാക്കി. അക്കാഡമി പേരൂക്കട. അവിടുത്തെ അനുഭവങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ആയി ഞാൻ. അന്ന് എനിക്ക് അഡ്മിഷൻ, അപ്പോൾ എനിക്ക് അവിടെ അഡ്മിഷനൊന്നും പ്രശ്നമില്ല. ഞാൻ CPI സംസ്ഥാന കൗൺസിൽ അംഗമായി കഴിഞ്ഞിരിക്കും. അപ്പോഴേക്ക് ഞാൻ യങ്ങസ്റ്റ് ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. 1978 ഈ പഠനം പൂർത്തിയായ ഉടനെ ഞാൻ മലപ്പുറത്ത് വന്നിട്ട് പിന്നെ എന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് ആക്കിയത്. എനിക്ക് ആ സ്റ്റുഡൻറ് കഴിഞ്ഞിട്ട് ഒരു യൂത്ത് സ്റ്റേജ് ഇല്ല, നേരെ പാർട്ടി സെക്രട്ടറി വെച്ചത്. അപ്പോൾ അന്ന് ബാലറാമ മറ്റാണ് പാർട്ടി സെക്രട്ടറി സ്റ്റേറ്റിൽ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അന്ന് അങ്ങനെ സജീവമായിട്ടുണ്ട്. ലോ അക്കാഡമിയിൽ ഒരുപാട് സ്നേഹിതന്മാരുണ്ടായിരുന്നു. അവിടെ ഒരു SFIക്കാരൻ്റെ ഒക്കെ നല്ല സജീവമായിട്ടുള്ള സ്ഥലമാണ്. ASF ഉണ്ട്, SFI ഉണ്ട്, KSU ഉണ്ട്. നമ്മുടെ മിനിസ്റ്ററായിരുന്ന രഘുചന്ദ്രപാൽ, സിനിമാ താരം മുരളി ഉണ്ടായിരുന്നില്ലേ, മരിച്ചില്ലേ, മുരളി അന്ന് ഞങ്ങളൊക്കെ സീനിയറാണ്. പക്ഷേ ഈവനിങ് കോഴ്സിന് അവിടെ ഉണ്ടായിരുന്നു. മാഗസിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ മുരളി ഞാനൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. ലോ കോളേജ് മാഗസിനിൽ ഞാൻ എഡിറ്റോറിയൽ ബോർഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നാരായണ നായർ സാറായിരുന്നു പ്രിൻസിപ്പൽ. പിന്നെ എൻ്റെ മകനവിടെ പഠിച്ചു. അപ്പോഴും പ്രിൻസിപ്പൽ എൻ്റെ മകൻ ഇംതിയാസ് ഇപ്പോൾ അബുദാബിയിൽ, അവനവിടെ പഠിച്ചു. അന്ന് നാരായണ നായർ മകളൊക്കെയാണ്, ലക്ഷ്മി നായരൊക്കെയാണ് അവരുടെ പ്രിൻസിപ്പൽ, ഡോക്ടർ നാരായണ നായർ. പിന്നെ ഒരുപാട് പ്രഗത്ഭന്മാർ, രഘുചന്ദ്രപാൽ. ആ കാലത്ത് ലോ കോളേജിലും ഞങ്ങളെ സീനിയറൊക്കെ ആയിട്ട് ഇയാളൊക്കെ ഉണ്ട്. നമ്മളെ സ്പീക്കറും മിനിസ്റ്ററൊക്കെ ആയിരുന്ന വിജയകുമാർ SFIയുടെ. പിന്നെ ഈ G സുധാകരനൊക്കെ ആ കാലത്ത് ആൾ ഇന്ത്യ പ്രസിഡന്റ്, അങ്ങനെ എന്താണ്, MA ബേബി, TM ജേക്കബ്. അന്ന് ഇവരൊക്കെ അക്കാഡമിയിൽ വരുമെന്ന് വെച്ചാൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അവരൊക്കെ സജീവമായിട്ട് ലോ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ഇതിലുണ്ട്. TM ജേക്കബ് സ്റ്റുഡൻറ് കോൺഗ്രസ്, ജോർജ് ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു കുട്ടി, ഫിലിപ്പം ജോർജ് എന്ന് പറഞ്ഞൊരു കുട്ടി, RSPയുടെ PSU RSU എന്തോ ഒരു യൂണിയൻ. പിന്നെ MSFൻ്റെ ഒരു വണ്ടൂർ അബൂബക്കർ അന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഞാനും അയാൾ ഒരു ഹോസ്റ്റലിലാണ്, MLA ഹോട്ടലിൽ താമസിച്ചിരുന്നത്. ഇവൻ പക്ഷേ അന്ന് കുന്നുകുഴിയിലുള്ള ഗവൺമെൻറ് ലോ കോളേജിലായിരുന്നു. അവൻ MSFൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് കുറച്ചാലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കോണ്ടംപററിയാണ്. അന്ന് ഞാൻ ASFൻ്റെ പിന്നെ പ്രസിഡൻ്റാണ്. അയാൾ പിന്നെ കുറച്ച് കാലം കൊണ്ടുണ്ട്, പിന്നെ ഗൾഫ് പോയി. അയാളിപ്പം മരിച്ചു കേട്ടോ, നോ മോർ. പിന്നെ ലോ കോളേജ് കഴിഞ്ഞ് പിന്നെ CPI രാഷ്ട്രീയത്തിൽ സജീവമായി കുറേ പ്രാക്ടീസ് ചെയ്തു. കുറേ കാലം പ്രാക്ടീസ് ഞാൻ ആദ്യം പെരിന്തൽമണ്ണ തുടങ്ങിയത്, KP തോമസ് വക്കീലിൻ്റെ ജൂനിയറായിട്ട്.
അപ്പോൾ ആ കാലത്ത് അവിടെ ഈ ഗിരിജ സി ജോർജ് എന്ന് പറയുന്ന കൂത്താട്ടുകുളം മേരിയുടെ മകള്, CS ജോർജിൻ്റെ മകൾ, അവരൊക്കെ പഴയ നേതാക്കന്മാരാണ്. അവരൊക്കെ അവരുടെ ഒരു ബന്ധുവാണ് ഈ KP തോമസ് വക്കീൽ. അവിടെ ഈ ഗിരിജ പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നെ ഗിരിജ അവിടെ നിന്ന് പോയി എറണാകുളത്തോട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ അതിന് പകരം അവിടെ ജൂനിയറായിട്ട് ചെന്നു. അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. അവിടെ സിവിലും ക്രിമിനലൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. ശ്രീനിവാസൻ തിരുമുൽപ്പാട് എന്ന് പറഞ്ഞ സിവിൽ മുൻസിഫ് ജഡ്ജ് ഉണ്ടായിരുന്നു, ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, അങ്ങനെ OK നമ്പൂതിരി, APP ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കോയ EMSൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കോയ വക്കീലുണ്ടായിരുന്നു പെരിന്തൽമണ്ണ. അയാളവിടെ CPM ആണ്, അയാളവിടെ നല്ല വക്കീലാണ്. പിന്നെ NP മൊയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേക രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ വക്കീലന്മാരാണ്. പിന്നെ ഒരു നാരായണൻകുട്ടി, പിന്നെ ഒരു കരുണാകര മേനോൻ, അവരൊക്കെ നല്ല സീനിയർ വക്കീലന്മാരാണ്. ഈ മലപ്പുറത്തെ CPIയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു അന്നത്തെ? മലപ്പുറത്ത് വളരെ ചെറുതായിരുന്നു, പക്ഷേ അത് സംഘടിപ്പിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഐ ഹവ് ഡൺ മൈ ബെസ്റ്റ്. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പൊന്നാനി താലൂക്കിൽ കുറച്ച് ശക്തിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഏറനാട് താലൂക്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ വീക്കായിരുന്നു, വളരെ വീക്കായിരുന്നു. എന്നാലും കുറച്ചൊക്കെ അത് സംഘടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ കണ്ടംപററി ഇപ്പം മലപ്പുറത്ത് ആരാ ഉള്ളത്? പക്ഷെ അന്ന് കോണ്ടംപററി എന്ന് പറയാൻ അവരിപ്പോൾ ഉണ്ടോ ഇല്ല, ഇപ്പം അതിൽ പലരും ഇല്ല. ഒന്ന് നമ്മുടെ കൊളാഴി ഗോവിന്ദൻകുട്ടി മേനോൻ നമ്മളെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു. ഞാൻ സെക്രട്ടറി ആകുമ്പോൾ സെക്രട്ടേറിയറ്റിലുണ്ട്. പിന്നെ TN പ്രഭാകരൻ, ശ്രീധരൻ, ഈ പറഞ്ഞ മഞ്ചേരിയിൽ എൻ്റെ ഗുരു ശ്രീധരൻ മാഷ്, ശ്രീധരൻ വക്കീലല്ല, ശ്രീധരൻ വക്കീൽ CPM, ശ്രീധരൻ മാഷ്, MC നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരു വളയിലുള്ള ഒരാളുണ്ടായിരുന്നു. എടക്കോട്ട് മുഹമ്മദ് ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ താമ്രപത്രമൊക്കെ കിട്ടിയ കൊണ്ടോട്ടിക്കാരൻ, പഴയ സീനിയർ നേതാക്കന്മാരാ, സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ആൾക്കാർ. പിന്നെ ഗംഗാധരൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും സീനിയർ നിങ്ങൾ ചെറുപ്പത്തിൽ? ഞാൻ അവരെന്നെക്കാളൊക്കെ എല്ലാവരും സീനിയറാണ്. അവരെല്ലാവരും അന്നത്തെ ഒരു മലപ്പുറത്തെ സാമൂഹിക സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ആകുക എന്നുള്ളതിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല. അല്ല, അത് കുറച്ചൊരു പ്രയാസമായിരുന്നു. പക്ഷെ അതിനൊക്കെ മുമ്പ് ചില മാതൃകകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആനക്കായം ഇസ്ഹാക്ക്, KV മുഹമ്മദ് ഇസ്ഹാക്കിനെ കേട്ടിട്ടില്ലേ? കൂരിമണ്ണിൽ വലിയ മണ്ണിൽ ഇസ്ഹാക്ക് എന്ന് പറഞ്ഞ അയാൾ അലിഗർ യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറോ ഒക്കെ ആയിരുന്നു. ഡോക്ടർ സക്കീർ ഹുസൈൻ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ സ്റ്റാഫിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം കുരുമണ്ണിൽ വലിയ മണ്ണിൽ വലിയ തറവാട്ടുകാരാണ്. അതിൽ തന്നെ അയാളുടെ ബന്ധുവായിട്ടുള്ള ചേക്കുട്ടിയാജി CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ആനക്കായത്ത് 65-ൽ 65-ൽ. അന്ന് CPIക്ക് 3 സീറ്റൊക്കെ കിട്ടിയിട്ടുള്ളൂ പാർട്ടി പിളർപ്പിന് ശേഷം. അപ്പോൾ അതിൽ ചേക്കുട്ടിയാജി മത്സരിച്ച ആളാണ്. മഞ്ചേരി തന്നെ ഒരു OM എബ്രഹാം എന്ന് പറഞ്ഞ മത്സരിച്ച ആളാണ്. ഈ അങ്ങനത്തെ പഴയ ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുണ്ട് അതിൽ. അങ്ങനത്തെ പ്രശ്നമൊന്നും അല്ല, ഇപ്പോൾ എടക്കോട്ട് മുഹമ്മദൊക്കെ മുസ്ലിം അല്ലേ, കുറേ പേരുണ്ട്. ഈ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് ഈ ഇഷ്യൂ മുസ്ലിം ഹിന്ദു എന്നുള്ള ഇഷ്യൂ ഇപ്പോൾ വന്നിട്ടുള്ളൂ. അല്ല, മുസ്ലിം ഹിന്ദു അല്ല, കമ്മ്യൂണിറ്റിക്ക് അകത്തൊരു പ്രശ്നമല്ലേ? കമ്മ്യൂണിറ്റിക്ക് അകത്ത് അന്ന് എന്തൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മൾക്കൊന്നും അങ്ങനെ സഹിക്കേണ്ടി വന്നു. നിങ്ങളെ കല്യാണം ഏത് കാലത്താണ് നടക്കണേ? എൻ്റെ കല്യാണം 78-ൽ, ഞാൻ പാർട്ടി സെക്രട്ടറി ആയ ഉടനെയാണ്. അപ്പോൾ അതിന് പ്രശ്നങ്ങളൊന്നും അന്ന് അങ്ങനെ ഇല്ല മോനെ, സംഭവങ്ങളൊന്നും ഇല്ല, അതൊന്നുമില്ല. അല്ല, ഓൻ കമ്മ്യൂണിസ്റ്റ്. അപ്പം ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ വരെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് ഉണ്ടായതാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിലില്ല. ഞങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രതിസന്ധി എനിക്ക് ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ളവരെന്ത് പറഞ്ഞാലും. ഞാൻ വിവാഹം കഴിച്ചത് അരീക്കോട്ട് നിന്നാണ്. സാബിറ, അവള് വാസ്തവത്തിൽ അരീക്കോട്ട് മുഴുവൻ മുജാഹിദ് കേന്ദ്രത്തിലാണ്. അവർ ഫാമിലി അടക്കം മുജാഹിദാണ്. അമ്മായിമ്മ എല്ലാവരും പള്ളിയിൽ ജുമാക്ക് പോകുന്നവരായിരുന്നു. ഫാമിലി ഒന്നിച്ച് സ്ത്രീകളടക്കം എല്ലാ സ്ത്രീകളും കൂടി വെള്ളിയാഴ്ച ഉച്ചക്ക് പള്ളിയിൽ പോകും. ഞാൻ അവിടെ ആകുമ്പോൾ ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ചാണ് പോകുക. വീട് തന്നെ ഏതാണ്ട് അടച്ചിട്ട മാതിരി പള്ളിയിൽ പോകും സ്ത്രീകളൊക്കെ. അന്ന് ഇങ്ങനെ ഒരു ചർച്ച വന്നില്ല. ഇങ്ങനെ ചർച്ച വന്നിട്ട് എന്നെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ അവർക്കും എതിർപ്പുണ്ടായില്ല. ഉസ്മാൻ ഡോക്ടറെ പിന്നെ അമ്മാൻ്റെ മകളാണ് എൻ്റെ ഭാര്യ. ഉസ്മാൻ ഡോക്ടർ മുജാഹിദിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നില്ലേ, കമ്മ്യൂണിസ്റ്റൊക്കെ വിട്ടിട്ട് നാടകമൊക്കെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ അരീക്കോട് കംപ്ലീറ്റ് മുജാഹിദ്. അതേസമയം അവിടെ താഴത്തങ്ങാടിയിൽ സുന്നികളാണ്. ഒരു തർക്കമില്ല, കമ്മ്യൂണിസ്റ്റുകാർ ആ ഏരിയയിലെ കുറിച്ചുള്ളത്. ഇവിടെ അല്ല, ഇവിടെയൊക്കെ എൻ്റെ അളയന്മാരും അവരൊക്കെ കോൺഗ്രസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം സജീവമായി നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെ? അത് ഞാൻ പറയാം. ആ കല്യാണത്തിന് എൻ്റെ വിവാഹത്തിന്
2 ദിവസമായിട്ട് തലേ ദിവസം കുറച്ച് ആൾക്കാർ വന്നിരുന്നു, കുറച്ച് VIPസിനൊക്കെ ക്ഷണിച്ചിരുന്നു. പിറ്റേ ദിവസം ഒരു ജനറലായിട്ടൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 ദിവസത്തെ മാരേജിൽ 78 നവംബറിലാണ്. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പ്. സംടൈംസ് യു ആർ നോട്ട് ബോൺ. ഇല്ല ഇങ്ങനെ ഒരു സെയ്ത് റൂമില്ല. അന്ന് ഞാൻ വിവാഹിതനായ ആളാണ്. ഞാൻ 78 ഓഗസ്റ്റിൽ വക്കീലായ ആളാണ്. യു ആർ നോട്ട് അലൈവ്. അപ്പോൾ അന്ന് ആ കല്യാണത്തിന് വന്നത് ഒന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, 2 കൊരമ്പയിൽ അഹമ്മദ് ഹാജി, പിന്നെ കുഞ്ഞാലിക്കുട്ടി, ഈ പറഞ്ഞ ആനക്കായും ഇസാഖ്. ആനക്കായും ഇസാഖും അവരൊക്കെ ആയിട്ട് എത്ര നല്ല ബന്ധമായിരുന്നു. ഇസാഖ് യങ്സ്റ്റർ ആകുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റായിട്ട് ഇന്ത്യയിലാകെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. പത്മാവതിയെ കല്യാണം കഴിച്ച ആളാണ്. ഇപ്പണ്ടോ മൂപ്പര്? ഇല്ല, മരിച്ചു. പത്മാവതി ഇപ്പോൾ മരിച്ചു. പട്ടാമ്പി സംസ്കൃത കോളേജിലെ അധ്യാപികയായിരുന്നുള്ള പത്മാവതിയെ ഇസാഖ് പത്മാവതിയായി തന്നെ കല്യാണം കഴിച്ചു. അവർ രണ്ടുപേരും ഇസാഖായി മരിച്ചു, പത്മാവതിയായി മരിച്ചു. ഒരു കുഴപ്പം മലപ്പുറത്തുണ്ടായിട്ടില്ല. അത് അവരുടെ ഇഷ്ടം. ആരും ഒരു എതിർപ്പൊന്നും പറഞ്ഞിട്ടുണ്ടാവും. കുറച്ചൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടാവും. ഇസാഖിൻ്റെ ചരിത്രം കുറച്ചും കൂടി പഴയതാണല്ലോ. പക്ഷേ അവരങ്ങനെ, അവരെ മക്കളൊക്കെ ഇപ്പോഴും ഉണ്ട്, ഗൾഫിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ പിന്നെ ഒക്കെ ഉണ്ടായ ശിഹാബ്ദങ്ങളൊക്കെ ചെയർമാനായിരുന്ന കാലത്തും ഒക്കെ ഈ ഇസാഖും എല്ലാം കൂടിയാണ് മലപ്പുറം സ്പിന്നിങ് മില്ല് സ്ഥാപിച്ചത്. ആ VK വാസുദേവൻ നായർ ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ മലപ്പുറം കോപ്പറേറ്റീവ് സ്പിന്നിങ് മില്ല് സ്ഥാപിച്ചപ്പോൾ അതിന് ശിഹാബ്ദങ്ങളായിരുന്നല്ലോ ഈ മില്ലിൻ്റെ ചെയർമാനാക്കി വെച്ചിരുന്നത്. ആലോചിച്ച് രാഷ്ട്രീയമായിട്ടുള്ള വിരോധം കൂടി ഉണ്ടായിട്ടില്ല. ഇസാഖൊക്കെ ഡയറക്ടറായിരുന്നു. CPI ഞങ്ങൾ TM പ്രഭാകരൻ കുറച്ച് കാലം ഡയറക്ടറായിരുന്നു. ആ കാലത്ത് അതിൻ്റെ തറക്കല്ലിടലിനൊക്കെ പോയ ഒരാളായിരുന്നു. അപ്പോൾ അന്ന് ഞാനങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങളെ ഫാമിലിയിൽ ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഞാൻ മതപണ്ഡിതന്മാർ തന്നെ വളരെ റിലീജിയസ് ആയിരുന്നു എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ അന്യ സമുദായങ്ങളോട് ഞാൻ അതാണ് ചെറുപ്പം മുതലേ സെക്കുലറിസം റിലീജിയസ് സംഗതികൾ നമ്മൾ വ്യത്യാസമുണ്ട്. പക്ഷേ ആ റിലീജിയസ് ആയിട്ടുള്ള സൗഹാർദ്ദം, ഹാർമോണി ഉണ്ടല്ലോ, അതുണ്ട്. ഇപ്പോൾ എൻ്റെ വാപ്പ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ളു. ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളത് ഹിന്ദുക്കളായിരുന്നു. ഹിന്ദു ഇപ്പോൾ തീയാന്ന് പറയും, അന്ന് തീയ ഈഴവ ഒന്നും അവർ തമ്മിലും അങ്ങനെ ഇല്ല. ജനറലി നമുക്ക് ഹിന്ദു ആണെന്ന് അറിയും. അവർക്ക് അതിലൊരു കുഞ്ഞൻ എന്നൊക്കെ പറഞ്ഞ ആൾ, അവർക്ക് ഈ ശർക്കര ബിസിനസ്സായിരുന്നു. കള്ള് പിന്നെ വാറ്റില്ല ശർക്കരക്ക് വേണ്ടി ശർക്കര ഉണ്ടാക്കുമല്ലോ, അതൊരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ കള്ള് പിന്നെ വാങ്ങിച്ച് കൊടുത്തിട്ട് തെങ്ങ് പന കള്ളൊക്കെ ഉപയോഗിച്ചിട്ട് അത് ഇതായിട്ട് കുറുക്കിയിട്ട് ശർക്കര ഉണ്ടാക്കി. എന്നിട്ട് ആ ശർക്കര വിൽക്കണ ആളായിരുന്നു. അത് നല്ല ബിസിനസ്സായിരുന്നു. കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അയാൾക്ക് വാസ്തവത്തിലൊരു ഇത് വേണ്ടി വന്നപ്പോൾ എന്താ ഈ കുറിക്കല്യാണം ഉണ്ടല്ലോ, കുറ്റിപ്പിരിവ്, അങ്ങനത്തെ ഒരു സംഗതി വേറെ എവിടെയൊക്കെ സൗകര്യം കിട്ടാത്ത എന്തോ ഒരു സംഭവം വന്നപ്പോൾ എൻ്റെ വാപ്പ ഞങ്ങളെ വീട്ടിൽ വെച്ച് നടത്തി കൊടുത്തു. അപ്പോൾ അലവി മുസ്ലിയാർ ഞങ്ങളെ വീട്ടിൻ്റെ ഒരു ഔട്ട് ഹൗസ്, ഞങ്ങൾക്ക് ഒരു സൗകര്യം ഉണ്ടായിരുന്ന ഒരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു, കുറച്ച് ഓടൊക്കെ മേഞ്ഞ്. അത്രയും നല്ല വലിയ വീടൊന്നും ആയിരുന്നില്ല, എന്നാലും ഒരു ഔട്ട് ഹൗസ് മാതിരി ഒരു സാധനം ഉണ്ടായിരുന്നു. ഗസ്റ്റൊക്കെ വരുമ്പോൾ ആ വീട്ടിൽ വെച്ചിട്ട് കുറിക്കല്യാണം നടത്തി കുഞ്ഞൻ. അയാളതിന് ലെറ്റർ അടിച്ചു, ഞാൻ അലവി മുസ്ലിയാരെ വീട്ടിൽ വെച്ച് നടത്തുന്ന കുറ്റിപ്പിരി കുറിക്കല്യാണത്തിന് താങ്കൾ വരണം എന്ന് പറഞ്ഞിട്ട്. എന്താ അതിൽ അതാരെങ്കിലും അങ്ങനെ ചെയ്യോ? ഇപ്പം ചെയ്യോ? പക്ഷെ അന്ന് കുറച്ചൊരു എതിർപ്പ് അതിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പാനൊക്കെ ആയിട്ട്. അവർക്ക് ലേറ്റർ ഓൺ ലോക്കാലിറ്റിയിലെ ആൾക്കാർ തന്നെ ഉണ്ടായി. അപ്പായ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും. പിന്നെ എപ്പോഴാണ് ഈ മോസ്കോയിൽ പോകുന്നതൊക്കെ? മോസ്കോയിലൊക്കെ ഞാൻ 75-ലൊക്കെയാണ് പോകുന്നത്. എറണാകുളം വളരെ സജീവമായതിനു ശേഷം വളരെ സജീവമായി. എന്തിനാണ് മോസ്കോയിൽ പോകുന്നത്? മോസ്കോയിൽ അങ്ങനെ പോകുന്നത് ഇപ്പോൾ അങ്ങനെ പഠിക്കാനും പോവും, പിന്നെ അല്ലാതെയും പോവും, ഡെലിഗേഷനൊക്കെ ആയിട്ട് പോവും. അങ്ങനെ മോസ്കോ ബെർലിനിലൊക്കെ പോവും. CPI അവരായിട്ട് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പണ്ട് മുതലേ അതൊരു ഉണ്ടല്ലോ, അതൊരു സോവിയറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് CPIയിൽ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ അങ്ങനെ ചേർന്ന് ഇങ്ങനെ സ്റ്റുഡൻസ് ഫെഡറേഷൻ പാർട്ടി ജില്ലാ സെക്രട്ടറി, പിന്നെ പാർട്ടി കോൺഗ്രസ്സിലെ ഡെലിഗേറ്റ്, ബട്ടിണ്ട പാർട്ടി കോൺഗ്രസ്, വാരാണസി പാർട്ടി കോൺഗ്രസ്. അപ്പോൾ ജില്ലാ സെക്രട്ടറിയായി എത്ര കാലം തുടർന്നു?
87 വരെ ഉണ്ട്. 87 വരെ ഉണ്ട്. 78 മുതൽ ഏതാണ്ട് 9 വർഷം ഉണ്ട് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഏത് കാലഘട്ടത്തിലാണ് മോസ്കോയിൽ പോകുന്നത്? അതൊക്കെ അതിന് മുമ്പ് വൈൽ ഐ വാസ് എ സ്റ്റുഡൻറ്റ്. അപ്പോഴാണ് മോസ്കോയിൽ പോകുന്നത്. അപ്പോഴാണ് മോസ്കോ ഈ സ്റ്റുഡൻസ് ഫെഡറേഷനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് മോസ്കോയിൽ പാർട്ടി ക്ലാസ്സിലൊക്കെ ഞാൻ പങ്കെടുത്ത് തുടങ്ങിയത്. എത്ര കാലം? അവിടെ കുറച്ച് കാലം ഉണ്ടായിട്ടുള്ളൂ. അവിടെ കുറച്ച് മാസങ്ങൾ. പിന്നെ ഒരു 2 ഡെലിഗേഷൻ, ഒരിക്കൽ വേറെ ഒരു ഗുഡ്വിൽ ഡെലിഗേഷനായിട്ടൊക്കെ പോയി. അപ്പം അതിൽ എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടി ക്ലാസ്സുകൾ ഒരുപാട് ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. പ്രശ്നമില്ല. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് 15 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു ആദ്യം. അതിൽ കെ ദാമോദരൻ തിരൂര് ദാമോദരന് തിരൂരിൽ നിന്നും പറയേണ്ട കാര്യം, ഇന്റർനാഷണൽ. അപ്പോൾ കെ ദാമോദരൻ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റാണ് ഒരു കണക്കിന് ഈ കേരളത്തിലെ. ഇപ്പോൾ ദാമോദരൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മളെ എഴുത്തുകാരൻ കേശവദേവ് ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ കണിയാപുരം ബാലറാം, ഉണ്ണിരാജ, അങ്ങനെയുള്ള ആളുകളൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആൻ്റണി തോമസ്, ഇങ്ങനെയൊക്കെയുള്ളവർ അവിടുന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ 30 ഡേയ്സ് തിരുവനന്തപുരത്ത് വേറെ ക്ലാസ്സിന് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തന്നെ കുറേ ആൾക്കാരെ മോസ്കോയിലേക്ക് ഞാൻ സെക്രട്ടറി ആക്കുമ്പോൾ അയച്ചിട്ടുണ്ട് പഠിക്കാനൊക്കെ. ഞങ്ങൾക്കാണ് ശുപാർശ ചെയ്യാൻ പറ്റുക. ഞാനത് ചോദിക്കാൻ കാരണമേ, അന്ന് സോവിയറ്റ് യൂണിയനുള്ള കാലമാണല്ലോ. ഈ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു സ്വർഗമാണല്ലോ. അപ്പം അന്നത്തെ അനുഭവങ്ങളാണ് എനിക്കറിയാം. അല്ല, അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഇപ്പോൾ വാസ്തവത്തിൽ വളരെ ഇറലവൻ്റായി. ഇറലവൻ്റ്. അതൊരു അക്കാദമിക് ഇൻട്രസ്റ്റിൻ്റെ മാത്രം വിഷയമാണ്. നാട്ടുകാർക്ക് ഇപ്പോൾ അതൊന്നും താല്പര്യമില്ല. എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒന്നുമില്ല. അന്ന് അവിടെ നല്ല ഒരു സുഖമാണെന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ ഒരു മാർക്സിസ്റ്റ് തിയറി അനുസരിച്ച് ഒരിക്കലും കമ്മ്യൂണിസം ഒരു രാജ്യത്ത് വന്നിട്ടില്ല. അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അത് അല്ലെങ്കിലേ അറിയാലോ. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഉണ്ടാവില്ലല്ലോ. സ്റ്റേറ്റ് വിൽ വിതറവേ എന്നാണ്. ഇവിടെ സ്റ്റേറ്റ് ഒന്നും വിതറവേ ആയിട്ടില്ല, ഒരു രാജ്യത്തും ആയിട്ടില്ല. സ്റ്റേറ്റ് ശക്തിപ്പെടുകയാണ് ചെയ്തത്. മാത്രമല്ല ഭയങ്കര ശക്തമായ സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ മാതിരിയുള്ള സ്റ്റേറ്റ് വേറെ ഉണ്ടായിട്ടില്ല. മാവോയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ മാതിരിയുള്ള സ്റ്റേറ്റ്. അപ്പോൾ വിതറവേ ഒന്നും നടക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ അന്ന് സോവിയറ്റ് യൂണിയനിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ആരാ അവിടുത്തെ പ്രസിഡന്റ്? അവിടെ ബ്രഷ്നേവാണ് അന്ന് അവിടുത്തെ എല്ലാം. ഓക്കെ. ആ ബ്രഷ്നേവ് അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ വന്നിട്ട് ഇന്ത്യയിൽ വന്ന് ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിട്ട് പാർലമെന്റ് പ്രസംഗിച്ച ആളാണ് ബ്രഷ്നേവ്. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അത് കേട്ട് നിശബ്ദരായിട്ട് പാർലമെന്റിൽ ഇരുന്നു. CPM CPIക്കാർ പിന്നെ അയാളെ അനുകൂലികളാണ്. ബ്രഷ്നേവിനൊക്കെ അന്ന് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ സ്വീകരണം കൊടുക്കാനൊക്കെ CPIക്കാരൊക്കെ ഉണ്ട്. CPMമാരുണ്ടാവില്ല. പക്ഷെ അവരും പിന്നെ അതിനൊന്നും എതിരായിട്ടൊന്നും മിണ്ടിയില്ല. അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ടും ഒന്നും ഉണ്ട്. അല്ല, ഞാൻ വീണ്ടും നമ്മളെ ഈ മോസ്കോയിലെ അനുഭവങ്ങൾ തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടത്. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാൻ CHന്റെ അല്ല, ഞാൻ അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചിട്ടില്ലല്ലോ അവിടെ. ഇല്ല, അവിടെ ഇങ്ങനെ താഷ്കണ്ട് പോയിണ്ടോ? താഷ്കണ്ട്, പിന്നെ മോസ്കോ. അവിടെ ഒരു പ്രത്യേക ലോകത്തെ നമ്മൾ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകാൻ വൈഡായിട്ടുള്ള പോയത് സഞ്ചാരമാണ്. അല്ല, CH അതിലൊരു സംഗതി പറയുന്നുണ്ട്. ഒരു ഖുർആൻ ലെനിൻ തിരിച്ചു കൊടുത്ത കഥ പറയുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടു? അല്ല, അത് ഉസ്മാൻ ഖുർആൻ എന്നാ പറയാ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് സംഭവം? ഉസ്മാൻ ഖുർആൻ എന്നാണ് ഒരു പറയുക. അത് ഖുർആൻ ഉസ്മാൻ ക്രോഡീകരിച്ച ഖുർആനാണെന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചു കൊടുക്കുന്ന ഒരു ഖുർആനുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? അത് ബുഖാറയിലൊക്കെ ഉണ്ടല്ലോ. ബുഖാറയിലൊക്കെ അന്ന് പോയിണോ? ബുഖാറയൊക്കെ ഉണ്ടല്ലോ. അന്ന് പോയി ഞങ്ങള് പോയിണ്. ഈ മോസ്കോയില് പിന്നെ ലെനിന്റെ മൊസൂളിയത്തിൽ പോയത് അതൊക്കെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്തിനാണ് അവര് ശരിക്കും ആ ബോഡി സൂക്ഷിക്കണത്? അത് അവർക്ക് എന്തായാലും ഏത് ഭൗതികവാദികളായാലും ഒരു സ്പിരിച്വാലിറ്റി അതിൽ അണ്ടർലൈനായിട്ടുണ്ട്, അന്തർധാരയായിട്ടൊരു. ഏത് അല്ല, അതൊരു സ്പിരിച്വാലിറ്റി പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കും? അല്ല, ഞാൻ മനസ്സിലാക്കുന്ന അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് രക്തസാക്ഷികളോടൊരു ബഹുമാനമുണ്ട്. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയുണ്ട്. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ പോയി അവിടുന്ന് കൈ ഉയർത്തി ഇങ്ങനെ കാണിക്കുന്ന വഴിയൊക്കെ ചെയ്യും. അപ്പോൾ അത് എന്താ വെച്ചാൽ മനുഷ്യനാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരും. വെറും ഒരു ഭൗതിക ജീവിയായിട്ട് ഇപ്പം അതൊക്കെ പുസ്തകത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അല്ല ശരിക്കും. അപ്പോൾ മനുഷ്യന് കുറച്ച് വൈകാരികമായിട്ടുള്ള തലങ്ങളുണ്ട്. മനുഷ്യന് ചില
നിസ്സഹായതകളുണ്ട്, ഹെൽപ്ലെസ്നെസ് ഉണ്ട്. അതിനൊക്കെ ഒരു അജ്ഞാതമായ അദൃശ്യമായ ഒരു ശക്തിയെക്കുറിച്ച് ഒരു മനസ്സിൽ ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടാവും. തീരെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ആയിക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊന്നും കൂടാതെ കഴിയില്ല. സോവിയറ്റ് യൂണിയനിൽ ചെന്നപ്പോൾ അത് മനസ്സിലായി. സോവിയറ്റ് യൂണിയനിൽ പോയപ്പോഴും അത് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ അവിടെയും ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ. അവിടെ ഫുള്ളായിട്ട് ഈക്വാലിറ്റി ഒന്നും ഇല്ലല്ലോ. അന്നേ ഇല്ല. ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ അസാധ്യമാണല്ലോ, അത് അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ അന്ന് ചെന്നപ്പോൾ അത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്, സോഷ്യലിസവും കമ്മ്യൂണിസവും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. മാർക്സിൻ്റെ പറഞ്ഞു, സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ കഴിവനുസരിച്ച് അധ്വാനിക്കുക, അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം കിട്ടുക എന്നുള്ളതാണ്. മറ്റത് കമ്മ്യൂണിസം വന്നാൽ ഓരോരുത്തരും അവനവൻ്റെ കഴിവനുസരിച്ച് അധ്വാനിക്കുക, ആവശ്യത്തിനനുസരിച്ച് പ്രതിഫലം കിട്ടുക എന്നുള്ളതാണ്. അധ്വാനത്തിനേക്കാൾ കൂടുതൽ അവിടെ പ്രതിഫലം എക്സ്പെക്ട് ചെയ്യാം. എൻ്റെ ആവശ്യം കൂടുതലാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ ചെന്നപ്പോൾ ഈ മതങ്ങളൊക്കെ അടിച്ചമർത്തി എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ അതായത് എന്താ വെച്ചാൽ അവിടെ പള്ളികളിലൊക്കെ ജനറലി കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് പോണത് അന്നേ. പിന്നെ ആൾക്കാരെല്ലാം പള്ളിയൊക്കെ ഉണ്ടേനെയോ? പള്ളികളൊക്കെ ഉണ്ടല്ലോ, പള്ളികളൊക്കെ ഉണ്ട്. അതിൽ വയസ്സായ കുറച്ച് ആൾക്കാരൊക്കെ കാണാം, വളരെ വയസ്സായ. പിന്നെ സോവിയറ്റ് യൂണിയനിലൊക്കെ അധികം സുന്നികളാണ്, ഈ തൊപ്പിയൊക്കെ വെച്ച് പ്രായം ചെന്ന് ആൾക്കാരൊക്കെ അതിന് പോയി. അതിനൊന്നും തടസ്സം ഉണ്ടായിരുന്നില്ല. അതിനവിടെ അവർക്ക് ഈ പള്ളികളുടെ ഭരണത്തിനൊക്കെ ഒരു സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കുന്നു മാത്രം. എല്ലാവർക്കും എന്തും ചെയ്യാൻ പറ്റില്ല. ഒരു ഖത്തീബിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ കൂടി പിന്തുണയോട് കൂടിയാണ് വെക്കണത്. അപ്പോൾ അയാൾക്ക് അതനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതിന് ശരിയായിട്ടുള്ള ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരാൾക്കുള്ള ബുദ്ധിമുട്ട്, നല്ലൊരു ജോലിക്കാരനാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് നോമ്പെടുത്ത് പോകാൻ പറ്റില്ലെന്ന് വരും. അങ്ങനെ ഉണ്ടല്ലോ, അയാളെ ജോലി ചെയ്യേണ്ടി വരും, ഇമ്പോർട്ടൻസ് ആണ്. അതിനനുസരിച്ചുള്ള വിശ്രമം കിടപ്പൊന്നും കിട്ടിയില്ല എന്ന് വരും. അവിടെ ഈ ക്ലസ്റ്റർ കൃഷിയൊക്കെ ഉണ്ടെന്നല്ലേ? കൂട്ടുകൃഷിക്കളങ്ങളുണ്ട്, അത് കുറച്ച് സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെയൊന്നും കാണാൻ കൊണ്ടുപോയിട്ടില്ല. ഉണ്ട്, കൂട്ടുകൃഷിക്കളങ്ങളൊക്കെ കാണിച്ചു. അവിടെ സൊസൈറ്റികളോ കോപ്പറേറ്റീവ് സൊസൈറ്റി ഞാൻ കണ്ടിട്ടില്ല. കൂട്ടുകൃഷിക്കളങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാം കോപ്പറേറ്റീവ് വെഞ്ചറാണ് കുറേ. പക്ഷെ ഓരോ സിറ്റിയിൽ നന്നായിട്ട് ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു എന്തെങ്കിലും ഒരു ബാഡ്ജ് കൊടുക്കും അവർ. അങ്ങനെ ഓരോ ഹീറോ ആക്കിയിട്ട് വെക്കും. ഒരു സിറ്റി ചെല്ലുമ്പോൾ അവിടുത്തെ നല്ല എഴുത്തുകാരൻ, അവിടുത്തെ നല്ല ഫാക്ടറി തൊഴിലാളി, അങ്ങനെ ഉണ്ടല്ലോ, അവിടുത്തെ നല്ല അഡ്മിനിസ്ട്രേറ്റർ, വെറ്ററൻസ് അല്ല, വെറ്ററൻസ് പറഞ്ഞ പ്രായമുണ്ട്. പ്രായം ഇല്ലെങ്കിലും എഫിഷ്യൻസിക്ക് അനുസരിച്ച് ഒരു റിവാർഡ് ഇങ്ങനെ. അപ്പോൾ ഒരു ബാഡ്ജാണ് ഇതൊക്കെ. ഈ ബാഡ്ജ് കുത്തിയിട്ടപ്പോൾ നടക്കുന്ന നെഞ്ചത്തെ അഭിമാനമായിട്ട് അങ്ങനെ കുറേ ആൾക്കാരെ അങ്ങനെ ബാഡ്ജൊക്കെ കുത്തി കൊടുത്ത് ഉഷാറാക്കി കൊണ്ടിരിക്കുന്നത്. അന്നത്തെ അവിടുത്തെ സാമൂഹിക സ്ഥിതി എങ്ങനെയായിരുന്നു? ഇപ്പം സാമൂഹിക സ്ഥിതി അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ അവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ ഞാൻ മോസ്കോ ടൗണിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പൈസ ഒക്കെ ചോദിച്ചു വരുന്നവരൊക്കെ യാചകർ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഗൈഡ് പറയും അത് നാടോടികളാണ്, ജിപ്സീസാണ്. അവരപ്പോൾ ചോദിക്കണത് അവരെ ഭാഷയിൽ നമുക്ക് മനസ്സിലാവില്ല. റഷ്യനൊക്കെ കുറച്ച് പഠിച്ചീനെയോ? എവിടെ? ഈ മോസ്കോയിൽ പോയ സമയത്ത് പറുസ്കി, ഈ മോസ്കോയിൽ പോകുന്ന സമയത്ത് റഷ്യൻ ഭാഷ ഇല്ല. അത് അവിടെ ചെന്നിട്ടൊക്കെ കുറച്ച് റഷ്യൻ ഭാഷ പഠിക്കാനൊന്നും പോയിട്ടില്ല. ഓർമ്മ ഉണ്ടോ? അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ചെറിയതൊക്കെ ദൊബ്രിയൂത്തരെ ഒക്കെ ഉണ്ട്. സ്പക്കാനായി നോച്ചി, സ്പാഷിബ, താങ്ക് യു ഇതൊക്കെ ഉണ്ട്. ഞാനവിടെ പോയി. പിന്നെ കക്കാലിൻ കമയ, സാധുയ ഗമലിൻ ഗമയ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നത്തെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ ഓർമ്മ ഉണ്ടോ? മുദ്രാവാക്യങ്ങൾ എന്ത് മുദ്രാവാക്യം? രാജ്യം നന്നാക്കുക എന്നുള്ള മുദ്രാവാക്യം അല്ലാതെ ആർക്കും എതിരായിട്ടൊന്നും ഇല്ലല്ലോ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവിടെ സ്റ്റുഡൻസിന് അവരുടെ പത്രമുണ്ട്, പ്രാവത, കോംസോമോൾസ്കായ പ്രവത, യൂത്ത് ആൻഡ് സ്റ്റുഡൻസിൻ്റെ പ്രവതയാണ്. കോംസോമോൾസ്കായ പ്രവത, ഒറിജിനൽ പ്രവത പാർട്ടിയുടെ. ഈ 2 പത്രങ്ങളുള്ളൂ. പിന്നെ വേറെ ഏതോ ഒന്നും കൂടി ഉണ്ട്, അതും ഗവൺമെൻറ് ഓണ്ടാണ്. അതല്ലാതെ ഒരുപാട് പത്രങ്ങളില്ലല്ലോ. പിന്നെ പത്രങ്ങളൊക്കെ വായിക്കാനും വരുത്താനൊന്നും എല്ലാവർക്കും കഴിയാത്തത് കൊണ്ടായിരിക്കാം വെയിറ്റിംഗ് ഷെഡിലൊക്കെ പത്രം ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും രാവിലെ കൃത്യമായിട്ട്. നമ്മൾ ബസ് കാത്ത് നിൽക്കുന്നിടത്തൊക്കെ പത്രങ്ങളുടെ കോൺസ്പീക്വസ് ആയിട്ടുള്ള പ്രധാന വാർത്തകളൊക്കെ ഉള്ള പേജസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും, പേസ്റ്റ്. അതിങ്ങനെ നോക്കി കാണാം, ആൾക്കാർ നോക്കിക്കാണ്. പിന്നെ ഈ കടകമ്പോളങ്ങളൊക്കെ
മിക്കവാറും തണുപ്പ് രാജ്യമായതുകൊണ്ട് അടച്ചിട്ടാണ് കിടക്കുക. ഗ്ലാസ് ഉണ്ടിങ്ങനെ തുറന്ന് പീടിക ഇങ്ങനെ തുറന്ന് വെച്ചതായിട്ട് തോന്നൂല. പക്ഷെ കടന്നു നിന്ന് അതിൻ്റെ ഉള്ളിലേക്കാണ് പോയാൽ നമുക്ക് പീടിക കാണാൻ പറ്റുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ മോസ്കോ കഴിഞ്ഞ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഓർമ്മയുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമുക്ക് ഒന്നാമത് നല്ല പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ, രാഷ്ട്രീയ സംവാദങ്ങൾ, ഇതൊക്കെ ധാരാളമായിട്ട് പാർട്ടിക്കകത്ത് നടക്കും. അതിനൊക്കെ വേദികളുണ്ട്. ഒരു ഡെമോക്രാറ്റിക് സെൻട്രലിസമാണ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതി. സംഘടനാപരമായിട്ട് ജനാധിപത്യ കേന്ദ്രീകരണം ആണെങ്കിലും പാർട്ടി ഘടകങ്ങളിൽ അന്ന് നല്ല രാഷ്ട്രീയ ചർച്ചകളുണ്ടായിരുന്നു. അതിനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അത് ആൻസർ ചെയ്യാൻ ആളുണ്ടായിരുന്നു. അത് എനി ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഇതൊക്കെ ഇൻ്റർനാഷണൽ. അപ്പോൾ ഓരോ സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ വലിയ എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ കൂടുന്നത് 2 ദിവസം 3 ദിവസമൊക്കെ മിനിമം ഉണ്ടാവും. അത്രയും ദിവസം നമ്മളൊരു കസേരയിലിരുന്ന് ഈ ഇൻ്റർവെൽസ് വെച്ച് ബാക്കി സമയത്തെല്ലാം പാർട്ടി കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഒരാൾ അവതരിപ്പിക്കും, അതിന് യോഗ്യനായിട്ടുള്ളൊരു നേതാവ്. വേറൊരാൾ നാഷണൽ റിപ്പോർട്ട്, വേറൊരാൾ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ. ഈ ഗവൺമെൻറ്റിൽ ആണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രതിപക്ഷം ഒക്കെ വിലയിരുത്തും. അല്ല, അപ്പോൾ അതിൽ ഓരോ വിഷയത്തിലും നമുക്ക് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാം ആസ് വി പ്ലീസ്. അതിന് അവരുടേതായിട്ടുള്ള റിപ്ലൈ ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയുള്ളത്. രാഷ്ട്രീയം അറിയാനും പറയാനും ഒരു ഷാർപ്പൻ ചെയ്ത് കിട്ടും നമ്മളെ ബ്രെയിൻ പൊളിറ്റിക്കലി. പിന്നെ ഒരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അതിൻ്റെ ഒരു പ്രിൻസിപ്പിളായതുകൊണ്ട് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്ന ഒരു കുഴൽ കണ്ണാടി പോലെയാണല്ലോ. അതാണ് പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാട്. ലോകവീക്ഷണമാണ് തൊഴിലാളി വർഗത്തിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ടുള്ള അസസ്മെൻറ്റിൽ എത്താൻ പറ്റും നമുക്ക്. ഒരു സംഗതി കേട്ടാൽ അതിൻ്റെ പ്ലസ് മൈനസ് എന്താണ്, അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ നമുക്ക് വിലയിരുത്താനുള്ളൊരു എഫിഷ്യൻസി കിട്ടും. അത് നമ്മൾ ശീലിച്ചിട്ടുണ്ട്. അതായത് വസ്തുനിഷ്ഠമായിട്ടുള്ള സമീപനവും ആത്മനിഷ്ഠമായ സമീപനം ഉണ്ടല്ലോ. ആ ആത്മനിഷ്ഠ സമീപനവും വൈകാരികതയും അല്ലാതെ ഒരു വിഷയത്തെ നമുക്ക് അസസ് ചെയ്യാൻ വിലയിരുത്താൻ സാധിക്കും. പിന്നെ പാർട്ടിക്കകത്തൊരു കാഡർ അസസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ട്. ഒരാളെ എന്തിന് പറ്റും, എന്തിനൊക്കെ അയാൾ യോഗ്യനാണ് അയോഗ്യനാണെന്നൊക്കെ പാർട്ടിക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പോൾ അതിൽ മറ്റ് കൺസിഡറേഷനൊന്നും ഇല്ലാതെ അന്ന് ഇപ്പം ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ എനിക്കറിയില്ല. അതനുസരിച്ചുള്ള പദവികളിലും ജോലികളിലും അയാളെ ഏൽപ്പിക്കും. പിന്നെ ഇതൊക്കെ ഒരു ഡിസ്കഷൻ, പത്രവായന, ലൈബ്രറി, ആശയ പഠിപ്പിക്കുന്നതിന് തിയറി പഠിപ്പിക്കാനുള്ള ക്ലാസ്സുകൾ, ഇതൊക്കെ എല്ലാ ലെവലിലും നടന്നിരുന്നു.